നമസ്തേ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജന ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഭാരതത്തിലെ പ്രമുഖ വിമാനത്താവളങ്ങളുടെ എല്ലാം ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും കാർഗോയും കൈകാര്യം ചെയ്യുന്നത് ഒരു തുർക്കി കമ്പനിയാണ്. കമ്പനിയുടെ പേര് സെലബി. ഭാരതത്തിനെതിരെയുള്ള സൈനിക ഇടപെടലിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കി രാജ്യത്തിലെ ഒരു സ്ഥാപനം തന്ത്രപ്രധാനമായ ചുമതലയിൽ തുടരുന്നത് ദേശസുരക്ഷയെ ഹാനികരമായി ബാധിക്കുമെന്നതിനാൽ സെലബിയുമായുള്ള കരാർ കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജിഹാദികൾ നമ്മുടെ വിമാനത്താവളങ്ങൾ നിയന്ത്രിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റിയാണ് ജനം ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നത്. എയർ ഇന്ത്യയുടെ സദേൺ റീജിയൻ കൊമേഴ്സ്യൽ വിഭാഗത്തിൻ്റെ കോർഡിനേറ്ററായി വിരമിച്ച ശ്രീ എ വി മോഹനൻ, ഏവിയേഷൻ മേഖലയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഡോക്ടർ നുസ്രത് ജഹാൻ, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, വ്യോമസേന മുൻ ഉദ്യോഗസ്ഥൻ രഘുനാഥ് നായർ എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ എ വി മോഹനൻ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, ഗോവ, കൊച്ചി, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും കാർഗോയുമാണ് തുർക്കി കമ്പനിയായ സെലബി കൈകാര്യം ചെയ്യുന്നത്. 7800 ജീവനക്കാർ, 58,000 ഫ്ലൈറ്റുകൾ, 5,40,000 ടൺ കാർഗോ, ഇതൊക്കെയാണ് സെലബിയുടെ ശക്തി. നമുക്കറിയാവുന്നതുപോലെ സെൻസിറ്റീവും തന്ത്രപ്രധാനവുമായ ഏരിയയാണ് നമ്മുടെ വിമാനത്താവളങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിൻ്റെ ശത്രുവാണ് തുർക്കി എന്ന ഇതിനകം വെളിപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ടർക്കിഷ് സെലബി തുടരുന്നത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയല്ലേ? ഞാൻ എൻ്റെ ഏവിയേഷൻ എക്സ്പീരിയൻസ് 33 വർഷത്തെ ഈ വ്യോമ ഗതാഗത വകുപ്പിൽ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ എൻ്റെ പരിചയം വെച്ച് നമ്മളുടെ എയർപോർട്ട്, ടാർമാക്ക്, അതുപോലുള്ള സെൻസിറ്റീവ് ഏരിയയിൽ നമ്മളുടെ ശത്രു രാജ്യത്തുള്ളവർ തന്നെ അവിടെ വെച്ച് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി നമുക്കെതിരെ ഉപയോഗിക്കാനുള്ള റോക്കറ്റ്, ബോംബ്, അത് സാധനങ്ങൾ, പല സാധനങ്ങൾ ഉണ്ടാക്കി പാകിസ്ഥാന് കൊടുത്ത് അവർ നമ്മൾക്കെതിരെ പ്രയോഗിക്കുന്ന ഇത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിന്റെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ശ്രീ എ വി മോഹനൻ, ഈ സെലബിയുടെ ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു ബ്രീഫാണ്, ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. സെലബി എത്ര വർഷമായി നമ്മുടെ രാജ്യത്തെ ഈ പ്രധാന വിമാനത്താവളങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും അതുപോലെ കാർഗോയും കൈകാര്യം ചെയ്യുന്നു? ഇവരുടെ പ്രവർത്തനം സംശയാസ്പദമായി താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും അനുഭവപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും എനിക്കുള്ള അനുഭവം ഞാൻ പറയാം. ഞാൻ നമ്മളുടെ ഏവിയേഷൻ ഫീൽഡില് ഈ ടർക്കിഷ് കമ്പനി പല പേരിലും ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതായത് സെലിബി മാത്രമല്ല, ഹവാസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി കൂടെ ഇതില് അവർ ജോയിൻ ചെയ്ത് പല ജോയിന്റ് വെഞ്ചറുകളിലും പല സ്ഥലത്തും അവർ മെയിനായിട്ട് എയിം വെക്കുന്നത് നമ്മളുടെ ഏവിയേഷൻ ഫീൽഡ് മാത്രമാണ്. അല്ലാതെ നമ്മളുടെ മറ്റുള്ള മെഡിക്കൽ ഫീൽഡ്, മറ്റുള്ള ഫീൽഡ് ഒന്നും അവർ കൈവെക്കുന്നില്ല. ഏവിയേഷൻ ഫീൽഡിൽ തന്നെ കൈവെക്കുന്നത് കൊണ്ട് ഈ കമ്പനിയുടെ പ്രവർത്തനം വളരെ വളരെ നമ്മുടെ രാജ്യരക്ഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് 2010 2010 മൻമോഹൻ ഗവൺമെന്റ് ആണെന്ന് തോന്നുന്നു. ആ സമയത്താണ് ഈ തുർക്കി കമ്പനിക്ക് ഇവിടെ പരമാധികാരം കൊടുത്ത് ഇന്ത്യയിലുള്ള എല്ലാ എയർപോർട്ടിനകത്തും സ്വൈരവിഹാരം നടത്താനുള്ള അധികാരം കൊടുത്തത് ആ ഗവൺമെന്റിന്റെ സമയത്താണ്. ഈ ഗവൺമെന്റ് ഇന്നെങ്കിലും പരിശോധിക്കണം. ശരിക്കും പറഞ്ഞ ഈ ടർക്കിഷ് കമ്പനി വേറെ ഒരു ഫീൽഡിലും ഇല്ല, നമ്മുടെ ഏവിയേഷൻ ഫീൽഡിൽ മാത്രമാണ് ഉള്ളത്. അല്ല, ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലും അതുപോലെ കാർഗോയിലും നമ്മുടേതായിട്ടുള്ള സംവിധാനങ്ങൾ ഇല്ലേ? ഇപ്പം നോക്കൂ, എല്ലാം തദ്ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ ഈ നമുക്ക് അനുഭവപ്പെട്ടതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും തദ്ദേശീയമായിട്ടുള്ള ചില സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഭാരതം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അല്ലേ?
നമുക്ക് നമ്മുടേതായിട്ടുള്ള സംവിധാനങ്ങൾ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങിലും അതുപോലെ കാർഗോ കൈകാര്യം ചെയ്യുന്നതിലും ഇല്ലേ? തീർച്ചയായും ഉണ്ട്. എയർ ഇന്ത്യ എയർപോർട്ട് ഹാൻഡ്ലിംഗ് സർവീസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് എയർ ഇന്ത്യയുടെ തന്നെ ഒരു വിഭാഗം നമ്മൾക്ക് ഇപ്പോഴും നിലവിലുണ്ട്. അതും പരിപൂർണമായി ഗവൺമെന്റിന്റെ അധീനതയിലാണ്. അതിന് ടാറ്റയ്ക്ക് വിറ്റിട്ടില്ല, ഒരു കമ്പനിക്കും വിറ്റിട്ടില്ല. ഈ കമ്പനിക്ക് ഇന്ത്യയിലുള്ള ഏകദേശം 170 എയർപോർട്ടുകളിൽ സുസജ്ജമായ സജ്ജീകരണങ്ങളും പ്രവർത്തന സാഹചര്യങ്ങളും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരും എക്യുപ്മെന്റ്സും എല്ലാം ഉണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു ഡോക്ടർ നുസ്രത്ത് ജഹാന് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുമെന്ന്. ഡോക്ടർ നുസ്രത്ത് ജഹാൻ. ഓക്കെ. അപ്പോ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസില് നമ്മൾക്ക് പണ്ട് കാലത്ത് നമ്മളൊക്കെ എയർലൈൻ തുടങ്ങിയ കാലത്ത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എയർ ഇന്ത്യ മാത്രം ഉണ്ടാവുക. അപ്പൊ ഈ ഫോറിൻ എയർലൈൻസും ഇന്ത്യയിൽ വരുമ്പോ ഇത് ഡോളറിലാണ് ഇതിന്റെ എക്സ്ചേഞ്ച്, പണി ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുക. ഓരോ കാര്യത്തിനും ഇപ്പോ എയറോ ബ്രിഡ്ജ് എല്ലാത്തിനും ആ ഫോറിൻ കമ്പനി പേ ചെയ്യണം. ആ പേ ചെയ്യണത് എയർ ഇന്ത്യക്ക് ആയിരുന്നു കിട്ടുക. അപ്പൊ ആ എയർ ഇന്ത്യക്ക് നല്ല വരുമാനം, എയർ ഇന്ത്യ പൂട്ടിക്കോയാനുള്ള കാരണവും നമുക്ക് ഇതിലൂടെ കിട്ടും കേട്ടോ. പിന്നെ നഷ്ടത്തിൽ ഓടിയതിന്റെ കാര്യം കൂടി ഇതിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോ എയർ ഇന്ത്യ മാത്രം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യണത് ഈ 2004-5 അങ്ങോട്ടാ തോന്നുന്നു. ആ സമയം തൊട്ടിട്ട് അതർ പിന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിനെയും കൊണ്ടുവന്നു. അങ്ങനെ 2006 ഭദ്ര എയർപോർട്ട് സർവീസസ് തുടങ്ങി, റോബർട്ട് ഭദ്രന്റെ കമ്പനി. അതിന് എല്ലാവരും ഇത് കൊടുത്തു. ആ സമയത്ത് തന്നെ മെല്ലെ ഈ ഫോറിൻ കമ്പനിയായ ടർക്കിഷ് കമ്പനി ആ സമയത്ത് വന്നത് ഇങ്ങനെയല്ല. വരവിൽ തന്നെ നമുക്ക് അതില് ദുസ്സൂചന ഉണ്ട്. 2008 ബോംബെ വിമാനത്താവളത്തിന്റെ സർവീസസ് വേൾഡ് ക്ലാസ് ഹാൻഡ്ലിംഗ് ഫോർ ദ എയർലൈൻസ്. ഫോറിൻ എയർലൈൻസിന് എപ്പോഴും എയർ ഇന്ത്യന്റെ ഹാൻഡ്ലിംഗ് മതിയാവൂലായിരുന്നു. എന്നും കംപ്ലൈന്റുകളായിരുന്നു. കാരണം ഇവർക്ക് എപ്പോഴും സ്റ്റാഫ് ഉണ്ടാവില്ല, എന്തെങ്കിലും പ്രശ്നം വരും. അപ്പൊ ഫോറിൻ കാരിയറിന്റെ പിന്നെ ഡിമാൻഡ്സ് അനുസരിച്ചിട്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എയർ ഇന്ത്യക്ക്. അങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്ക് ഇവർ കൈവച്ചത്. അപ്പൊ വേൾഡ് ക്ലാസ് സർവീസിന് ഇവിടെ 3 എയർലൈൻ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഉള്ളപ്പോ തന്നെ ബോംബെയിൽ ഇവര് കാലുകുത്തി. ടർക്കിഷ് കമ്പനി സെലബി, ആ ടർക്കിഷ് കമ്പനി അവിടെ വന്നു. അത് കഴിഞ്ഞ് ഇവരെ രജിസ്റ്റർ ചെയ്തു. ഒറ്റ വർഷം കൊണ്ട് ഇവര് സ്പ്രെഡായി. പിന്നെ ഫ്ലൈറ്റേഴ്സ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏതായി, എയർപോർട്ട് സർവീസസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ആൻഡ് അസിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, കാർഗോ ഹാൻഡ്ലിംഗ്, ഫ്ലൈറ്റ് സർവീസസ് ഇതെല്ലാം ഇവര് കമ്പനി പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തു. ആക്ച്വലി ഇങ്ങനെ ഒരു കമ്പനിക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാനും നമ്മൾ ഒരു ഫോറിൻ കാരിയേഴ്സ് ഇതിനൊന്നും സമ്മതിക്കില്ല രജിസ്റ്റർ ചെയ്തു ഇന്ത്യയില്. അപ്പൊ എന്താ, ഈ ഭദ്രക്ക് കിട്ടാത്ത കോൺട്രാക്ട് ഒക്കെ എന്ത് ചെയ്തു, ഇവര് സെലബിക്ക് കൊടുക്കാൻ തുടങ്ങി. സെലബി വന്നു. അത് മെയിനും പ്രൈവറ്റ് എയർപോർട്ടിലാണ് നമ്മളിപ്പോ കാണുന്നത്. അങ്ങനെ ഈ പ്രൈവറ്റ് എയർപോർട്ടിൽ ഇത് വന്നോടുകൂടി ഭദ്രക്ക് കിട്ടി, സെലബിക്ക് കിട്ടി. അപ്പൊ ഇവരുടെ ഒരു നമ്മളെയൊക്കെ ഒരു ധാരണ വെച്ച് നോക്കുകയാണെങ്കിൽ ഭദ്ര എന്തെങ്കിലും അടച്ചാൽ ഇറ്റ് വാസ് എ ട്രാൻസ്പെറന്റ് തിങ് ദാറ്റ് ഇറ്റ് വാസ് പിന്നെ റോബർട്ട് ഭദ്രന്റെ കമ്പനി ആയിരുന്നു. അപ്പൊ അവര് കൊണ്ടുവന്ന് ഇറക്കിയ മെഷീനറീസ് അന്ന് എയർപോർട്ടിൽ കോടിക്കണക്കിന് രൂപന്റെ ഫോറിൻ എക്യുപ്മെന്റ്സ് ഇറക്കി. എയർ ഇന്ത്യക്കാണെങ്കിൽ അന്ന് പഴയ സാധനങ്ങളുമായിട്ട് ഇരിക്കണം. എയർ ഇന്ത്യനെ ഒരിക്കലും കോൺഗ്രസ് ഗവൺമെന്റ് നന്നാക്കിയിട്ടില്ല. ഏറ്റവും പഴയ മെഷീനറീസ്, കോടി മറ്റതും മറിച്ചതും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരുന്നു ഫോറിൻ എയർലൈൻസ് നമുക്ക് ഡിലേ വരൂ, ഇവരുടെ എന്തെങ്കിലും ഒരു സാധനം ചോദിച്ചാൽ അവർക്ക് ഉണ്ടാവില്ല. കാരണം നമ്മളൊക്കെ എയർപോർട്ടിൽ ഇത് അനുഭവിച്ചാ. എമിറേറ്റ്സ് എയർലൈൻ്റെ ക്യാപ്റ്റനൊക്കെ വന്നിട്ട് തെറി വിളിക്കായിരുന്നു എയർ ഇന്ത്യന്റെ പിന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എഞ്ചിനീയറിനോടൊക്കെ. അങ്ങനെ ഇതൊക്കെ സൈകെട്ടാണ് ഫോറിൻ എയർലൈൻസ് എന്ത് ചെയ്തു, ഈ കമ്പനികളൊക്കെ വന്നപ്പോ ഫോറിൻ എയർലൈൻസിന്റെ കോൺട്രാക്ട് ഒക്കെ സെലബിക്ക് പോയി, ഭദ്രക്ക് പോയി. ഇങ്ങനെ എല്ലാ കമ്പനികളും മെയിൻ കമ്പനീസ് ഒക്കെ ഇവർക്ക് പോയി. കോഴിക്കോട് വരെ വന്നു വരെ. അങ്ങനെയാണ് എയർ ഇന്ത്യ ദുർബലമായത്. എയർ ഇന്ത്യയുടെ ഈ സംവിധാനം അതാണ്. അതെ. അവിടത്തേക്ക് എയർ ഇന്ത്യന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് അപ്പൊ ഒന്നും ഇല്ലാണ്ടായി. അപ്പൊ എയർ ഇന്ത്യക്ക് കോൺട്രാക്ട് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എയർ ഇന്ത്യക്ക് ഇത് കിട്ടില്ല. പക്ഷെ ബിസിനസ് ഇല്ലാത്തൊരവസ്ഥയായി ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിന്. ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലുള്ള ബിസിനസ് കൊണ്ട് അല്ലാതെ പാസഞ്ചർ ഫ്ലൈ ചെയ്തുകൊണ്ടൊന്നും ഒരു കമ്പനിക്കും ഓടാൻ പറ്റില്ല. കാരണം ഈ കാർഗോ ഇതൊക്കെയാണ്. അപ്പൊ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി 3 ആള് ഒരു എയർപോർട്ടിൽ ഉണ്ടാവണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു ഗവൺമെന്റ്. 3 കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എയർപോർട്ട് റൺ ചെയ്യാം. അത്ര കാലമില്ലാത്ത ഈ രാജ്യത്ത് ഏത് രാജ്യത്തും അങ്ങനെയാ. അപ്പൊ എമിറേറ്റ്സ് ഏവിയേഷൻ ഡനാട്ടയാണ് റൺ ചെയ്യണത്. കുവൈറ്റ് ഏവിയേഷൻ കമ്പനിയാണ്. എല്ലാം ഗവൺമെന്റിന്റെ കമ്പനിയാണ്.
ഇതിലൊരു വിഷയം എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ബിഗ് ഹൈ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. കാരണം ഒരാൾ അവിടെ എയർപോർട്ടിലെത്തി ഈ ഒരാൾ പാസഞ്ചർ ചെക്ക് ഇൻ ചെയ്ത് അവർ പോകുന്നവരെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഈ സ്റ്റാഫാ. ഓൾസോ ടു ദ അതോറിറ്റീസ്, ഗവൺമെന്റ് അതോറിറ്റീസിനോട് വീൽ ചെയർ പാസഞ്ചർ, കസ്റ്റംസ്, ഇമിഗ്രേഷൻ, ഓൾ ദിസ് പ്ലേസസ് അവിടെയൊക്കെ ഡീൽ ചെയ്യുന്ന എയർലൈൻ അല്ല. ഇപ്പം എമിറേറ്റ്സ് എയർലൈനിന്റെ സ്റ്റാഫ് ഉണ്ടെങ്കിലും ഞങ്ങളെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിനോടോ പറയാ, നമ്മള് സലബീനോടോ ഭദ്രനോടോ എയർ ഇന്ത്യ, അവരാണ് ഇതിന് പോയി പോവാ. അപ്പൊ ഗവൺമെന്റ് ഏജൻസീസിനെ ഹാൻഡിൽ ചെയ്യുന്നതും ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫാ. അതുകൊണ്ടാണ് നിങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല സ്മഗ്ലിംഗ് കേസ് വന്നപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫിനെയാണ് പിടിച്ചത്, നോട്ട് എയർലൈൻ സ്റ്റാഫ്. നോട്ട് ദ പോയിന്റ്. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഇതിൽ കുറെ കാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെ വരണം, അപ്പോഴേ ഉള്ളൂ. ഞാനിതൊരു ആഴ്ച മുമ്പേ ഞാൻ നോട്ടീസ് ചെയ്ത കമ്പനി, കാരണം നമുക്കിത് അറിയാലോ, ടർക്കി വന്നപ്പോ ടർക്കിഷ് എയർലൈൻ അല്ലേ ദൈവമേ, ടർക്കിഷ് കമ്പനി അല്ലേ നമ്മുടെ സുരക്ഷ വേണ്ട ഏറ്റവും വലിയ സ്ഥലത്ത്. കാരണം ആ നാസറിന്റെ ഫ്ലൈറ്റിന് അവർ അനുമതി കൊടുത്തല്ലോ, പിന്നെ പാകിസ്ഥാൻ ആ പാസഞ്ചർ എയർക്രാഫ്റ്റ്. അപ്പൊ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഇവരെങ്ങനെ, ടർക്കിഷ് കമ്പനി ഇവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരേ ഒരു രാജ്യം അസർബൈജാൻ ആൻഡ് ടർക്കിഷ് ആയിട്ട്. അപ്പോ പിന്നെ അതില് അവർക്ക് കൊടുക്കുന്നത് ആലോചിച്ചൊരു കാര്യമാണ്. പിന്നെ ഈ കമ്പനികളില് ഈ സ്റ്റാഫിനെ വെക്കാന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ്, ഇറ്റ് ഈസ് വെരി കോൺഫിഡൻഷ്യൽ, ആർക്കും അറിഞ്ഞൂടാ. എയർ ഇന്ത്യ നമ്മൾ സ്റ്റാഫിനെ വെക്കുമ്പോ സ്റ്റാഫിനെ ആ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ടേ വെക്കുള്ളൂ. ഈവൺ ഇഫ് ഇറ്റ് ഈസ് എൻ എയർലൈൻ, ഞങ്ങളൊക്കെ ജോലി ചെയ്ത കമ്പനിയിൽ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ മൊത്തം ലോകത്തിൽ പോകും. ബിക്കോസ് വി ആർ ഹാൻഡ്ലിങ് എൻ ഫോറിൻ കാരിയർ. എമിറേറ്റ്സ് ഫ്ലൈറ്റ് എന്റെ അടുത്തേക്ക് വിടുമ്പോ, അല്ലെ ഇത്തിഹാദ് ഫ്ലൈറ്റ് എന്റെ അടുത്തേക്ക് വിടുമ്പോ, ഈ രാജ്യത്ത് ഞാനാണ് ആ കമ്പനി അവിടുന്ന് ആ എയർലൈൻ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഇവിടെ എത്തി തിരിച്ചു പോകുന്നവരെ ഞാനാണ് റെസ്പോൺസിബിൾ. അപ്പൊ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എയർപോർട്ട് മാനേജറിനെ കണ്ടിട്ടാണ്, ഒരു എയർലൈനെ കണ്ടിട്ടാണ് ഇത് വരിക. പക്ഷെ ഈ കേസിൽ വരുമ്പോ എന്തായി, ഇങ്ങനത്തെ കുറെ സാധനങ്ങള് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിന്റെ ആൾക്കാരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ പോയി നമുക്ക് കൈ കടത്താനോ ഇതിലൊന്നും നോക്കാനോ പോകാൻ പറ്റില്ല. പക്ഷെ നമ്മളെ എയർലൈൻ ഒരാളെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് അല്ലാതെ അതെല്ലാം എൻക്വയറിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യുള്ളൂ, ഈവൺ ഇൻക്ലൂഡിങ് എയർ ഇന്ത്യ എല്ലാം. കാരണം ഒരു പെറ്റി കേസ് വരെ, കള്ളു കുടിച്ചിട്ട് മണത്ത ഒരു പെറ്റി കേസുള്ള ഒരുത്തരം പോലും നമ്മൾ എയർപോർട്ടിൽ പാസ് കൊടുക്കില്ല. ഇറ്റ്സ് എ സെക്യൂർഡ് ഏരിയ. എല്ലാം ചെക്ക് ചെയ്യണം, നമ്മളെല്ലാ സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ടാണ് എയർപോർട്ട് പാസ് ഇഷ്യൂ ചെയ്യുക. പക്ഷെ ഇവരെങ്ങനെയാ ചെയ്യണത്? ഇവര് ഒരു ട്രാൻസ്പെറൻസിയും ഇല്ല ഇതിനൊന്നും. ഇവരെടുക്കുന്ന സ്റ്റാഫിനെ ഇവരെടുത്ത് ഇവര് ബണ്ടിലായിട്ട് ഇവർക്ക് എയർപോർട്ട് പാസുകൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. ആ എങ്ങനെ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം? ആരെ ധൈര്യത്തിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം? ഇത് 2009 തൊട്ടിട്ട് 8 തൊട്ടിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ആൾക്കാര് 9 എയർപോർട്ടിൽ ഇവര് വന്നു. 9 എയർപോർട്ടിൽ വന്നപ്പോ ഇന്ത്യന്റെ ഹെഡ് ആരാ ഇതിന്റെ? നമ്പ്യാർജി. ഇന്ത്യന്റെ ഹെഡ് പഞ്ചാബിലുള്ള ബൽവീന്ദർ സിംഗ്. അതെ, സ്വാഭാവികമായിട്ട് അല്ലേ, ഒരു വിദേശ കമ്പനി വരുന്ന സമയത്ത് ഇവിടെയുള്ളൊരു കമ്പനിയുമായിട്ട് കൊലാബറേഷൻ വേണമല്ലോ അല്ലേ? അത് ആ കൊലാബറേഷനും വേണം, ഇവിടുത്തെ ആള് ഹെഡ് ചെയ്യും വേണം. അതാണ് നമ്മളെ പ്രൊസീജിയർ. ദാറ്റ് ഈസ് ഓൾസോ എ സെക്യൂരിറ്റി റീസൺ. അപ്പൊ അത് ബൽവീന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഒരു പിന്നെ പഞ്ചാബി കോൺഗ്രസ് ലീഡറാ, ടോപ്പ് പൊസിഷനിലുള്ള കോൺഗ്രസ് ലീഡർ അതിന്റെ മുതലാളി. അതാ നമ്മൾ പറഞ്ഞു എത്തുമ്പോ അത് കോൺഗ്രസിനും മതേതരത്തിനൊക്കെ ആയിട്ട് അടിച്ചു പോകും. സത്യം നമ്മൾ പറയും, നമ്പ്യാരും ഞാനും പിന്നെ എന്താ പറയാ, ഇവരെ ആക്രമിക്കുന്ന നമ്മള് വർഗീയവാദികളോ. അപ്പൊ ഇവരൊക്കെ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ കോൺഗ്രസിൽ അപ്പൊ ഈ ഭദ്ര, അത് കഥയിൽ വരുന്നതാണ്, ഇതൊരു സ്റ്റോറിന്. ഭദ്ര മെല്ലെ പൂട്ടിപ്പോയി. കാരണം ഇവര് പിന്നെ കുറച്ച് ലാഗ് ചെയ്യാൻ തുടങ്ങി ഇവരെ സർവീസുകളൊക്കെ. ഭദ്ര ഐ തിങ്ക് ഒരു 2012-13 ആയപ്പോഴത്തേക്കും അവര് പൂട്ടി പോയി. ഈ ഭദ്ര സെലബിക്ക് വേണ്ടി വഴിമാറി കൊടുത്തായിരിക്കാം. സെലബിക്ക് വേണ്ടി വഴിമാറി അല്ല മാഡം, അതായത് ഇപ്പോഴുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തില് 2014 നമ്മളുടെ പ്രധാനമന്ത്രി മോദിജി വന്നതിൽ പിന്നെ ഭദ്രക്ക് നിക്കക്കള്ളിയില്ലാതായി, അവരുടെ തട്ടിപ്പും വെട്ടിപ്പും നടക്കാൻ പറ്റാതായി. അതുകൊണ്ട് അവര് പൂട്ടിപ്പോയി. അവര് പൂട്ടിപ്പോയപ്പോ അവർക്ക് പൂട്ടിപ്പോകുന്ന അവർക്കറിയാം. അപ്പൊ ഒരാള് ചെയ്യണ ഫുൾ കള്ളത്തരാകുമ്പോ അവൻ ആദ്യം അതിന് പ്ലാൻ ചെയ്യൂലേ. ഒരാളിപ്പോ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചോണ്ട് അവൻ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ആ ചതി ചെയ്യുക. അപ്പൊ ആ ചതി വരുന്നു ഇത് അറിയുന്നുള്ളോണ്ടാണ് പിന്നെ റോബർട്ട് ഭദ്രന്റെ ഇൻവെസ്റ്റ്മെന്റ് വേർ ഇറ്റ് വെന്റ്
സെലബിയിൽ പോയി. അപ്പൊ ഇത് കോൺഗ്രസിന്റെ കമ്പനിയാണ്. ഭദ്ര പോയതിനും ഓർക്കൊരു കമ്പനി ഉണ്ട്. നമ്മൾ ആലോചിച്ചു ഇത്രയും പിന്നെ മെഷീനറീസ് ഒക്കെ എത്ര കോടിക്കണക്കിനുള്ളത് ഇവിടെ ഒന്നും ആയിട്ട് ലാഭത്തിൽ വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് പൂട്ടിക്കെട്ടി പോവാൻ പറ്റിന്നൊക്കെ ആലോചിക്കുമ്പോ നമ്മൾ അറിയില്ലല്ലോ. അന്നൊന്നും നമ്മൾ ഇതിനെ പറ്റി അന്വേഷിക്കുന്നില്ല. സെലബി ശക്തമായി എല്ലാ എയർപോർട്ടിലും വരിക. അപ്പൊ ഇവിടുത്തെ ഒരു രാജ്യത്തിന്റെ സുരക്ഷിതത്വം എവിടെയാണ് നമ്മളിത് കൊടുത്ത്? അപ്പൊ ശരിക്കും അത് ഈ ഗവൺമെന്റിൽ വന്ന ഏവിയേഷൻ മിനിസ്റ്റേഴ്സിന് അവിടെ എന്തോ ബ്ലാങ്ക് ആയിട്ടുണ്ട് എന്ന് പറയാതെ പറ്റില്ല. കാരണം അന്നേ നമുക്കറിയാലോ, ടർക്കിഷ് പറഞ്ഞാൽ ഇത്രയുള്ള ഒരു ചെറിയ കമ്പനി. ഇവിടെ ഏവിയേഷന്റെ ആ സൈഡിൽ ഇരിക്കുന്നവര് കറക്റ്റ് ആയിട്ട് നോക്കണം. ഇത്രയും കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റി. കാരണം എയർ ട്രാഫിക് ആണെന്ന് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ കാർഗോയിലൊക്കെ ഇവരെ ഹാൻഡിൽ ചെയ്യണേ. എന്തൊക്കെ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, ഡ്രഗ്സ് പിടിക്കുന്നതും ഒക്കെ വരുന്നത് ഈ ആൾക്കാരാണ് ഇതിലൊക്കെ ഹാൻഡിൽ ചെയ്യണേ. അപ്പൊ മൊത്തം ഒരു രാജ്യത്തിന്റെ ഉള്ളിലെ ഏറ്റവും ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കാർഗോ വഴി പല സാധനങ്ങളും വരുന്നല്ലേ, അതിലൊരു പരിശോധന നടത്തുന്നത് ഇവർ മാത്രമാണോ അതോ മറ്റുള്ളവർക്ക്, നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആളുകൾക്ക് പിന്നെ പരിശോധിക്കാനുള്ള അവകാശമുണ്ടോ? നമ്മുടെ CISFും മറ്റ് സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ പരിശോധന ഉണ്ടാകുമോ? അതെ, അവിടെയാണ് അതിന്റെ കൺഫ്യൂഷൻ വരുന്നത്. കൺഫ്യൂഷൻ വെച്ചാല് കസ്റ്റംസിന് അതിൽ റോൾ ഉണ്ട്. പക്ഷെ കസ്റ്റംസിലെ റോൾ ഉള്ളപ്പോ ഇത് വലിയവന്മാരല്ലേ വിളിച്ച് പറയുക. എപ്പോഴും കാർഗോയിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ ഇന്ന ആളതാണ് ഇത് പറയും. അപ്പൊ അവിടുത്തെ ഒരു കൂളിംഗ് പീരീഡ് ഉണ്ട്. കൂളിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് അയക്കാനും എടുക്കാനും പറ്റുള്ളൂ നമ്മൾ കാർഗോ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ആ സമയത്താണ് അന്വേഷണം. ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ ഒക്കെ നമ്മൾ കണ്ടല്ലോ, അതൊക്കെ ചെറിയ സാധനം. ആക്ച്വലി ഇതൊക്കെ ബൾക്ക് കണക്കിനുള്ള കാർഗോയിൽ വരുന്നത്. അപ്പൊ ഇത് ആർക്കും ശ്രദ്ധിക്കാൻ അവിടെ ആരും കാണുന്നില്ല. അവിടെ ഉള്ള ഒരു ഓഫീസറിനെ പറ്റിച്ച് അതിന്റെ ഇടയിൽ കൂടെ പോരാൻ ഇത്രയും വലിയൊരു കമ്പനികൾക്ക് ഈസി ആയിട്ട് നടക്കും. പിന്നെ ഇവര് കൊടുക്കുന്ന ലെറ്റേഴ്സ് ഇതൊക്കെ വാലിഡ് ആണല്ലോ. ഇന്ത്യ ഗവൺമെന്റ് ഡയറക്റ്റ് ഗവൺമെന്റിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഇവർക്ക് കൊടുക്കുന്നത്. ഫുൾ അതോറിറ്റി അല്ലേ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഒന്നോ രണ്ടോ ഓഫീസർമാരുണ്ടോണ്ട് അതിനവിടെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിൽ വരുന്ന കാർഗോകളൊക്കെ ഇവിടെ ക്ലിയർ ചെയ്യണോ. അങ്ങോട്ട് പോണ കാർഗോ എന്താന്നാ നമുക്കറിയില്ല. പക്ഷെ നേരെ എയർലൈൻ സ്റ്റാഫ് എയർ ഇന്ത്യ ഉള്ള കാലത്ത് ഇതൊക്കെ ഭംഗിയായിട്ട് ഇവിടെ നടന്നുണ്ട്. കുറച്ച് ഡിലേയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒരു എയർലൈൻ റൺ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് ഏറ്റവും നല്ല ടെക്നോളജി ഉള്ള സമയത്ത് ആക്ച്വലി എയർലൈൻ സ്റ്റാഫിന് പണി കുറവാ. എല്ലാം സിസ്റ്റത്തിൽ ആഡ് ചെയ്താൽ മതി. പണ്ട് മാനുവലി ചെയ്യണ പോലും എയർ ഇന്ത്യ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അവിടെയാണ് ഈ ഫോറിൻ കമ്പനീസിനെ കൊണ്ട് ഇതിലിടുന്നത്. പിന്നെ ഈ ഏതൊരു ആന്റി നാഷണൽ എന്തെങ്കിലും സംഗതിയുള്ള ഒരാൾക്ക് ഇവിടെ എൻക്വയറി ഇല്ലാതെ പാസ് കൊടുക്കൂല. പക്ഷെ ഇവർക്കൊക്കെ പാസ് കൊടുക്കുന്ന എങ്ങനെയാ? ഇവര് എയർപോർട്ട് പാസ് കൊടുക്കുന്ന എങ്ങനെയാ? ഇവർക്ക് ബൾക്കായിട്ട് ഇവിടെ ഇഷ്യൂ ചെയ്യണ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇതിന്റെ ടർക്കിഷ് ഇപ്പൊ എയർ ഇന്ത്യ ഇതൊരു വലിയ സംഭവം ഉണ്ട്. ഇതില് നമ്മൾ ആലോചിക്കേണ്ടേ, അത്രയും കൂടെ നമ്മളായിരുന്നു. എയർ ഇന്ത്യ വിറ്റു ടാറ്റക്ക്, പ്രൈവറ്റൈസ് ചെയ്തു അല്ലെ. ആ പ്രൈവറ്റൈസ് ചെയ്ത സമയത്ത് എയർ ഇന്ത്യ ടാറ്റ കൊണ്ടുവന്നത് CMD-നെ, ഒരു ടർക്കിഷ് മാൻ ആയിരുന്നു. ആ ടർക്കിഷ് മാൻ അവിടെ സമരം ചെയ്ത് നമ്മളെ ആൾക്കാര് ഒരിക്കലും നമ്മളെ രാജ്യത്ത് ഒരു ടർക്കിഷ് പൗരനെ ഇവിടെ വെക്കാൻ പറ്റൂല. CMD എന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീരുമാനമായിരുന്നത്. പിന്നെ അത് പ്രധാനമന്ത്രിന്റെ അടുത്തെത്തി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ക്യാമ്പൽ വിൽസൺ എന്ന് പറഞ്ഞ ആള് ടാറ്റയുടെ CMD ആയിട്ട് വന്നത്. അപ്പൊ ആ CMD ആവാൻ പോലും ഒരാൾ അനുവദിക്കാത്ത കൺട്രീന്റെ കയ്യിലാണ് നമ്മുടെ ഫുള്ള് ഏറ്റവും വലിയ പ്രൈവറ്റ് എയർപോർട്ട് പറയുന്ന ഏറ്റവും വലിയ എയർപോർട്ടിലെ എല്ലാ സംവിധാനങ്ങളും അവരെ കയ്യിലാ കൊടുക്കുക. എവിടെ രാജ്യ സുരക്ഷ എന്നൊന്നും അറിയില്ല. ഈവൻ അവർക്ക് എന്ത് ചെയ്യാ, ATC-യിൽ വരെ കയറി പോവാ, അവിടെ പോയി റോങ് മെസ്സേജ് കൊടുക്കാം. മനുഷ്യനല്ലേ, ഒരു മിനിറ്റിലൊക്കെ എന്ത് മിസ്റ്റേക്കും സംഭവിക്കും. നോ മിസ്റ്റേക്സ് ഇൻ എയർലൈൻ ഇൻഡസ്ട്രി എന്നാ നമ്മൾ പറയാ. ഡബിൾ ചെക്ക് അല്ല ട്രിപ്പിൾ ചെക്ക് ചെയ്താണ് ഓരോ സാധനങ്ങളും ചെയ്യാം. പക്ഷെ നമ്മളെ ബ്രെയിൻ അലേർട്ട് ആവണം. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഡിഫൻസ് ഇപ്പൊ മിലിറ്ററിനെ പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യണേ. 3 hours നമ്മളൊരു ഫ്ലൈറ്റ് വന്നാൽ ആ ഫ്ലൈറ്റിനെ ടേക്ക് ഓഫ് ചെയ്യണ ഇമ്മീഡിയറ്റ് ആയിരിക്കണം. 1 minute അധികം പോലും നമ്മൾ അവിടെ വെച്ചാൽ നമ്മളെ ഫോറിൻ ഏത് കമ്പനിക്കായാലും ബുദ്ധിമുട്ടാ. 15 minutes ഡിലേ ആയാൽ എമിഗ്രേഷനിലോ എവിടെയോ ഡിലേ ആയാലോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ശരിക്കും നമ്മൾക്ക്
45 മിനിറ്റ്സ് വരെ നമുക്ക് ആ ഫ്ലൈറ്റിലെ ആളെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം. ഇത്രയും നിയമങ്ങളുണ്ട്. റീചെക്ക് ഇൻ ചെയ്യണം. അത് സെക്യൂരിറ്റി ഇഷ്യൂ. ആ സമയം കൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഈ ഒരു ആൾക്കാരൊക്കെ ലാസ്റ്റ് മൂമെന്റ് ചെക്ക് ഇൻ ചെയ്ത് എമിഗ്രേഷൻ കടത്തി വിടുന്നതൊക്കെ ഇവരാ. ഇപ്പൊ ലാസ്റ്റ് ഒരു രാജ്യദ്രോഹി വന്നെന്ന് വിചാരിച്ചു എയർപോർട്ടിൽ, അവൻ ആരാന്ന് നോക്കാൻ സമയം ഉണ്ടാവില്ല. ഫ്ലൈറ്റ് കയറ്റി വിടുക. ഇപ്പൊ ഫ്ലൈറ്റ് സമയത്തിന് അയക്കണം. കാരണം നമ്മൾ ഓൺ ടൈം പെർഫോമൻസ് ആണ് എയർലൈൻ്റെ കച്ചവടം, ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ആരെ കൊണ്ടുവന്നാലും ആ കൗണ്ടറിന് ഇവനെ ചെക്ക് ഇൻ ചെയ്ത് ഇവനെ എയർക്രാഫ്റ്റിലേക്ക് ഓടിപ്പോയി. ചിലപ്പോൾ അതൊരു ബിസിനസ് ക്ലാസ് പാസഞ്ചർ ആവാം, ഫസ്റ്റ് ക്ലാസ് ആവാം, ഏതായാലും ഇവനാണ് ആ അസിസ്റ്റ് ചെയ്യുന്ന ആരാണ്? ഈ സെലബിക്കാരനായിരിക്കും. പക്ഷെ നമ്മളെ ആൾക്കാർ സമയം എടുത്താലും ഇതൊക്കെ നോക്കാനും ഈ സ്റ്റാഫിന് ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവും. സ്റ്റാഫ് ആരാ എന്താന്ന് നമുക്കറിയും. ഫോറിൻ കാരിയറിന്റെ അറിയും, എയർ ഇന്ത്യന്റെ അറിയും. അപ്പൊ ഇതുപോലുള്ള ആൾക്കാർ അവിടെ കടത്തിവിടാം. എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പിന്നെ വർക്ക് ചെയ്യുമ്പോൾ എമിറേറ്റ്സിന്റെ എയർലൈനിൽ ചെറിയൊരു സാധനം ഇത്ര പോലും എയർലൈൻസിന്റെ പിന്നെ ഒരു എക്കോണമി പാസഞ്ചർ അമേരിക്ക പോകേണ്ട ഒരു ഫാമിലി ട്രാവൽ ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഈ ഫാമിലി ട്രാവൽ ചെയ്യുമ്പോൾ ഇവര് അവിടെ ലോഞ്ചിൽ ഇരിക്കുമ്പോ തന്നെ അടി തുടങ്ങി. അമ്മായിയമ്മ കൂടണ്ട്, പ്രസവിച്ച് എണീറ്റ് പോവുക ഈ പെണ്ണ്. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇവളിങ്ങനെ ചീത്ത വിളിക്കുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവളെന്തോ പ്രശ്നം ഉണ്ടാക്കില്ല, ഇവളെ കുഴപ്പമാണല്ലോ ആള്. ഫ്ലൈറ്റ് കയറി ക്രൂ കണ്ടാൽ ഇവരെ ഇറക്കി വിടും, നമ്മളെ വിമാനം ഡിലേ ആവുകയും. അപ്പൊ ആ ഡിലേ വരുത്താണ്ടൊക്കെ നോർമൽ പാസഞ്ചേഴ്സിനെ നമ്മൾ കേട്ടുള്ളൂ. കണ്ണ് കുറച്ച് ചുമന്ന് പിന്നെ ഉറങ്ങാണ്ട് വന്നവനാണെങ്കിൽ കള്ളുടിച്ചിട്ടോ നോക്കിയിട്ട് നമ്മൾ അതുപോലെ ചെക്ക് ചെയ്തിട്ടാ. കാരണം എയർക്രാഫ്റ്റിന്റെ ഹൈയിലെത്തുമ്പോ ആൽക്കഹോളിന്റെ ഹൈ ഓവറാവും. ഡബിൾ അല്ല ട്രിപ്പിളില് വരും അല്ലെ അത്. അപ്പൊ അതുകൊണ്ട് അതാണ്. അപ്പൊ ഒരു പെഗ് അടിച്ചോന് 4 പെഗിന്റെ റിസൾട്ടാണ് ഓവർ 32,000. ആ സുഖം കിട്ടുക അവന്. അതുകൊണ്ടാണ് അടി. അപ്പൊ ഇത് ഓവറായ വരെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പൊ ഈ പാസഞ്ചേഴ്സ് ഭർത്താവും ഭാര്യയും അടിയായി. അങ്ങനെ ഇവരെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഗേറ്റ് വരെ ഇവരെ അടിയാ. എന്തായാലും പോവും, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോ അമ്മായിയമ്മ ശരിയല്ല എന്നൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി ഞങ്ങളെല്ലാം ഓഫീസിൽ വരുമ്പോഴേ ക്യാപ്റ്റൻ വിളിക്കണം. ഫ്ലൈറ്റ് നിന്നിട്ട് പിന്നെ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഈ ഒരു പാസഞ്ചർ ഭയങ്കര ബഹളം വെക്കണം. അപ്പൊ ടേക്ക് ഓഫ് ആയ ഫ്ലൈറ്റ് അരമണിക്കൂറിന് ശേഷം തിരിച്ചു വന്ന് 365 പാസഞ്ചേഴ്സ് ഉള്ള എമിറേറ്റ്സ് ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്ത് ഇവരെ ഇറക്കി ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ തന്നെ അവരെ ഹാൻഡിൽ ചെയ്ത്. അപ്പൊ എന്താ പ്രശ്നം? ഭർത്താവിന്റെ അമ്മനെ കൊണ്ടുപോകാൻ ഇവള് സമ്മതിക്കുന്നില്ല. അമ്മായിയമ്മ പോരും മരുമോൾ അമ്മയും അങ്ങനെ തന്നെ പറയണു. അപ്പൊ ഇവരെ കൊണ്ടോണ്ട എന്റെ കൂടെ വരണ്ട, ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് പറ്റില്ല. അപ്പൊ ഇവള് ഫ്ലൈറ്റ് കയറിയപ്പോ ഇവള് ഭയങ്കര ഭ്രാന്തീനെ പോലെ അഭിനയിച്ചു. അപ്പൊ അവിടെ തിരിച്ചിറക്കി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലൈറ്റ് പിന്നെയും നമ്മളെല്ലാം മുഴുവനും പണിയെടുത്ത് ടേക്ക് ഓഫ് ചെയ്ത് ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ഈ ഫ്ലൈറ്റ് ദുബായിൽ ലാൻഡ് ചെയ്യണവരെ ഇവളെ അടുത്ത് നമ്മൾ ഒരു സെക്യൂരിറ്റി സ്റ്റാഫും എയർപോർട്ട് സെക്യൂരിറ്റി BSFന്റെ സെക്യൂരിറ്റി സ്റ്റാഫും കസ്റ്റംസും ഈ കുടുംബത്തിനെ മോണിറ്റർ ചെയ്ത് ഇവരെ കൂടെ ലോഞ്ചിൽ ചായയും കുടിച്ചിരുന്നത്. അപ്പൊ എന്താ കാര്യം? ഇവരൊരു ഫാമിലിയാണ്, എല്ലാം ഉണ്ട്. ഇത്ര പോലും എയർലൈൻ ഇൻഡസ്ട്രിയിലെ സെക്യൂരിറ്റി വലുതാ. കാരണം ഇവളെ വല്ല ബാഗ് അവിടെ ഇട്ടോ, ഇത് വല്ല അഭിനയാണോ? നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളൊക്കെ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ ഇവരെ നാടകമാണോ? ഇതൊക്കെയാണ് എയർലൈൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പണി ഇങ്ങനെയൊക്കെയാ. ആ സ്ഥലത്താണ് നമ്മൾ കാണുന്നത് ലോകത്തുള്ള എല്ലാ അണ്ടനും അടങ്ങോടൻ എന്നൊക്കെ പറയും നമ്മളെ നാട്ടില്. അതുപോലെയാണ് ഇവര് ജോബ് കൊടുക്കുന്നതും ആ ജോബിന് ഇവർക്ക് സാലറി കിട്ടുന്നത്. അതൊന്നും ഇപ്പൊ ഇവിടെ ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇതൊന്നും കൊടുക്കുന്നില്ലല്ലോ, ഗവൺമെന്റിന് കൊടുക്കുന്നില്ല. ഞാൻ വിചാരിക്കുകയായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളൊന്നും ഇത് അറിയുന്നില്ല. ഇത് സാറ് നമ്മുടെ നമ്പ്യാർജി ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോളൂ. യെസ്, ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. മേഡത്തിന് ഒരുപാട് അനുഭവം ഉണ്ട്. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമാവുന്നേ ഉള്ളൂ. കാണ്ഡഹാർ IC ഫ്ലൈറ്റ്, നമ്മളുടെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത് കാണ്ഡഹാറിൽ കൊണ്ടുപോയി നമ്മളെ നാടിനെ നശിപ്പിച്ച ഒരു കഥ നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും. ഈ കഥ നശിപ്പിച്ചത് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൊണ്ടാണ്. അടുത്തത് അതെ, അതിനു മുമ്പിൽ മേഡത്തിന് നന്നായിട്ട് അറിയാം, നമ്മളുടെ ഒരു പഴയ ഒരു എയർലൈൻ ഉണ്ടായിരുന്നു, ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ. ആ ഈസ്റ്റ് വെസ്റ്റ് എയർലൈനിന്റെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈനില് അത് നടന്നുകൊണ്ടിരിക്കുമ്പോ പുതിയ ഫ്ലൈറ്റ്, ബോയിങ് ഫ്ലൈറ്റ് കൊണ്ടുവരും. ആ ഫ്ലൈറ്റിനകത്ത് ഫുള്ളായിട്ട് ബൾക്ക് ഓഫ് കാർഗോസ് വരും. അതൊക്കെ AK-47 ഇങ്ങനത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. ആ ആംസ് ആൻഡ് അമ്യൂണേഷൻസ് ആയിരുന്നു.
അത് അവിടുന്ന് ടാർമാക്കിൽ നിന്ന് ടാർമാക് ടു ടാർമാക് എന്ന് പറയും, ഷിഫ്റ്റ് ചെയ്ത് അത് ചെറിയൊരു കുട്ടി ഫ്ലൈറ്റിലാക്കി പുരുലിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരുപാട് കാട്ടിനുള്ളിൽ നിക്ഷേപിച്ചത് ചിലപ്പം നിങ്ങളൊക്കെ വാർത്ത കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ സംഭവിച്ചത് ഈ ഹാൻഡ്ലിംഗ് കൊണ്ടാണ്. നമ്മളുടെ എയർപോർട്ടിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഈ ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ നിന്ന് വരുന്നൊരു സാധനം അത് എയർപോർട്ടിന് വെളിയിലാണ് ഇന്റർനാഷണൽ എയർപോർട്ടും ഡൊമസ്റ്റിക് എയർപോർട്ടും. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ഒന്നുമില്ല, എല്ലാം ഒരേ സംഭവമാണ്. അതിന്റെ പേരാണ് ടാർമാക്. അതായത് എയർ സൈഡിൽ ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ഒന്നുമില്ല, സിറ്റി സൈഡിലാണ് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക്കും. എയർ സൈഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഇന്റർനാഷണൽ ഇറങ്ങി വന്ന സാധനം അത് ഡൊമസ്റ്റിക് വേണമെങ്കിൽ ഡൊമസ്റ്റിക് ആക്കാം, ഇന്റർനാഷണൽ വേണമെങ്കിൽ ഇന്റർനാഷണൽ ആക്കാം. അത് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് എയർ ഇന്ത്യനെ പോലെ ഉത്തരവാദിത്തമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, എന്നെ പോലെയൊക്കെ ഉണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരിക്കലും നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കഞ്ഞി കുടിക്കുന്നത് ഈ കമ്പനിയുടെ വരുമാനം കൊണ്ടാണ്, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ആയതുകൊണ്ടും ഗവൺമെന്റിനോടും നാടിനോടും ബാധ്യതയുള്ളത് കൊണ്ടും നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ എയർ ഇന്ത്യന്റെ ഒക്കെ ഒരു സ്റ്റാഫ് പോലും ഇങ്ങനെയുള്ള ഒരു തെറ്റ് ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല. ഇല്ല, ഞാനും കേട്ടിട്ടില്ല. ഇല്ല, ഫോറിൻ എയർലൈൻസിന്റെ അത് മാത്രമല്ല ഞങ്ങളുടെ ഒക്കെ ഒരു ജോലിക്ക് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തരുന്ന സമയത്ത് ഞങ്ങളെ പറ്റി റോ, ഇന്റലിജൻസ് ബ്യൂറോ, CBI, ലോക്കൽ പോലീസ്, CID, SBCID ഇങ്ങനെ ഒരു 5-6 വിഭാഗങ്ങൾ ഞങ്ങളെപ്പറ്റി അന്വേഷിക്കും. ഞങ്ങൾ വല്ല നക്സലാണോ അതാണോ ഇതാണോ എന്നൊക്കെ. അപ്പം നമ്മളുടെ വീട്ടിലൊക്കെ അന്വേഷിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ജോലിക്ക് ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊബേഷൻ പീരീഡ് തരും. ആദ്യം ജോലിക്ക് ഞങ്ങളെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് 6 മാസം അല്ലെങ്കിൽ 1 വർഷം ആ ജോലി സ്ഥിരപ്പെടുത്തൂല. കാരണം ഞങ്ങളെപ്പറ്റി അന്വേഷിച്ച് 6 months പ്രൊബേഷൻ മാൻഡേറ്ററി ആണ്. പക്ഷെ ചില സ്ഥലത്ത് അത് ഒരു 1 year പ്രൊബേഷനൊക്കെ വരും. ഈ 6 മാസം 1 വർഷം കൊണ്ട് ഞങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, ഞങ്ങളുടെ ജാതകം വരെ ഇവർ എല്ലാ ഡീറ്റെയിൽസും എടുക്കും. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ 100% കറ കളഞ്ഞവർക്ക് മാത്രമേ ഈ ഫീൽഡിൽ പോകാൻ പറ്റൂ. വേറെ ഏത് ഫീൽഡിലായാലും നമ്മുടെ രാജ്യരക്ഷനെ ബാധിക്കുന്നില്ല. പിന്നെ അതേപോലെ ഞാൻ എപ്പോഴും പറയും സർ, ആർമി ആൻഡ് എയർപോർട്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരേ ലെവലാണ്. അതുകൂടാതെ ഈ സെലിബിന്റെ കാര്യത്തിൽ നമ്മൾക്ക് ആ പോയിന്റിലേക്ക് വരുന്ന ഈ സെലിബിന്റെ കാര്യത്തിൽ എനിക്ക് എവിടെയാണ്, ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ ഞാനായിരുന്നു മാഡം അതിന്റെ കോർഡിനേറ്റർ, കംപ്ലീറ്റ് കണ്ണൂർ എയർപോർട്ടിന്റെ കോർഡിനേറ്റർ ആയിരുന്നു ഞാനാണ് ഉദ്ഘാടനം വരെ നിന്ന്, മുഖ്യമന്ത്രി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ സെലിബി അതിനകത്ത് കയറി. അപ്പൊ ഈ സെലിബി ഞങ്ങൾ കൊടുത്ത ഒരു കൊട്ടേഷൻ ഉണ്ട്, ഒരു ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ ഗോയറിന് ഞങ്ങൾ കൊടുത്തൊരു കൊട്ടേഷൻ ഉണ്ട്. ആ കൊട്ടേഷന്റെ എത്രയോ കുറച്ചിട്ടാണ് ഇവരൊരു പുതിയ കൊട്ടേഷൻ എടുക്കുന്നത്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് പണമല്ല ആവശ്യം, അതിന്റെ ഉള്ളിൽ നുഴഞ്ഞു. യെസ് മാഡം, ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ രാജ്യരക്ഷനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുള്ളത്. കുറച്ച് വർഷം മുമ്പേ കൊച്ചി എയർപോർട്ടിൽ ഒരു ജംബോ ജെറ്റ് ഫ്ലൈറ്റ്, എയർ ഇന്ത്യയുടെ ജംബോ ജെറ്റ്, സാധാരണ യുദ്ധ സാധനങ്ങളും ഇങ്ങനെയുള്ള ഡ്രോൺസും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ചിലപ്പം പ്രൈവറ്റ് ജെറ്റിലൊക്കെ ആയിരിക്കും. അല്ലാതെ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് കാർഗോ എടുത്തിട്ട് കൊച്ചിയിലേക്ക് വരാൻ പറ്റില്ല. കാരണം പല ആൾക്കാർ കണ്ടുപിടിക്കും ഇതൊക്കെ എന്തൊക്കെയാ സാധനങ്ങൾ വരുന്നത്, എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ എന്താ ലോഡ് വന്നതെന്ന്. അത് അവരെ ശത്രു രാജ്യങ്ങളിൽ കണ്ടുപിടിക്കും. അത് കാരണം ഇസ്രായേലിൽ നിന്ന് ഒരു ഫുൾ ഫ്ലൈറ്റ്, കാർഗോ ഫ്ലൈറ്റിലെ ഒരു ഫുൾ ഫ്ലൈറ്റ് ഡ്രോൺസ് കൊച്ചി എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വളരെ സീക്രട്ട് ആയിട്ട് നമ്മളോട് പറയും, ഇതുപോലെ ടോപ്പ് ലെവലിലുള്ളവർക്ക് പറയും നിങ്ങൾ പോയി അത് കൈകാര്യം ചെയ്യണമെന്ന്. എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഇപ്പൊ അന്ന് ചിലപ്പോൾ മുരുകയൻ എന്ന് പറഞ്ഞൊരു ജനറൽ മാനേജറെ പറ്റി മാഡത്തിന് അറിയായിരിക്കും. ആ മുരുകയൻ അന്ന് ഡെപ്യൂട്ടി GM എന്തോ ആയിരുന്നു. അയാളായിരുന്നു ഇതൊരു വളരെ സീക്രട്ട് ആയിട്ട് പോയിട്ട് കൊച്ചിയിൽ നിന്ന് കംപ്ലീറ്റ് ഇറക്കി എയർഫോഴ്സിന് ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള പല മൂവ്മെന്റും ഇത് നമ്മൾ മാത്രം അറിയുന്ന ഒരു സീക്രട്ടാണ്. അത് രാജ്യരക്ഷനെ ഒരിക്കലും ബാധിക്കൂല, നമ്മളെ വായിന്ന് പോകൂല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളുടെ ചോറാണല്ലോ, അപ്പൊ നമ്മൾ പോകൂല. നമ്മളെ ട്രെയിനിങ് അങ്ങനെയാ സർ. നമ്മുടെ എയർലൈനിൽ ഇപ്പോൾ ഡയറക്ട് ഫോറിൻ എയർലൈൻസ്. അത് മാത്രമല്ല ഏവിയേഷൻ ഫീൽഡിൽ ഞങ്ങളെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ്, അതായത് ജീവച്ഛവാക്കി ഞങ്ങളെ പ്രവർത്തനക്ഷമതയില്ലാത്തവരാക്കി വിട്ടത് പഴയ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് വേണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് കുഴിയിലിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. കൈ രണ്ടും കെട്ടിയിട്ടിട്ട് പുറംചൊറിയാൻ പറഞ്ഞാൽ പറ്റുമോ? അതുപോലെ ഞങ്ങളുടെ എയർ ഇന്ത്യയുടെയും അന്നത്തെ ഇന്ത്യൻ എയർലൈൻസിന്റെ ഒക്കെ കൈ രണ്ടും കെട്ടിയിട്ട് ഗവൺമെന്റ് ഞങ്ങളെ കൊണ്ട് പുറംചൊറിയാൻ പറഞ്ഞു. ഇത് നടക്കൂലെന്ന് അവർക്കറിയാം. അങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞ് ഞങ്ങളെ ഇല്ലാതാക്കി. അങ്ങനെയാണ് ഈ സെലിബിയെ ഉള്ളിൽ കയറ്റിയത്. ഈ സെലിബി ഇന്ന് ഞാൻ പറയാം,
ഇന്ന് നമ്മളുടെ അതായത് ഞങ്ങൾ നേരത്തെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് $2,500 ആയിരുന്നു ഒരു സാധാരണ ഒരു ഫ്ലൈറ്റിന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. വലിയ ഫ്ലൈറ്റിന് $5,000 വരെ നമ്മൾ ചാർജ് ചെയ്യുവാൻ. ഇവര് വന്നിട്ട് എന്താ ചെയ്യുന്നറിയോ, അത് ഏകദേശം $1,200 കുറച്ചു. അതെ, അതായത് അവർക്ക് ലാഭമല്ല വേണ്ടത്, ഈ ഫീൽഡിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറണം. അതായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യം നിറവേറ്റി കൊടുത്ത് 2010 മുതൽ, എന്റെ അറിവ് ശരിയാണെങ്കിൽ 2010 മുതൽ ഒന്നും അല്ലാതിരുന്ന ഒരു ടർക്കിഷ് കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ അക്രമം കാണിച്ചു. ഇപ്പം അവർ ഒരു ദിവസം ഒരു വർഷം 58,000 ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നു ഇന്ത്യ മഹാരാജ്യത്ത്. ഈ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് 58,000 ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നു. 5,45,000 ടൺ കാർഗോ, 5,45,000 ടൺ കാർഗോ ഒരു വർഷം ഹാൻഡിൽ ചെയ്യുന്നു. ഇറ്റ് മീൻസ് ഒരു ഫ്ലൈറ്റിന് നമ്മൾ കണക്ക് കൂട്ടിയാൽ തന്നെ ഇപ്പം എയർ ഇന്ത്യ ഇല്ലാത്തതുകൊണ്ട്, കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പഴയ റിലയൻസിന്റെ സിസ്റ്റമാണ്. ആദ്യം വില കുറച്ച് കൊടുക്കും, പിന്നെ സർവീസ് കൊടുത്തിട്ട് പിന്നെ അതിന്റെ വില കൂട്ടും. ആ സിസ്റ്റത്തിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ മോണോപ്പൊളി കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇപ്പൊ അവര് ഡൽഹി, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, മദ്രാസ്, കൊച്ചി ഇവിടെ ഒക്കെ ചെയ്യുന്നത്. കേരളത്തിലെ 2 എയർപോർട്ടും അവർ ചെയ്യുന്നത്. കേരളത്തിലെ 2 എയർപോർട്ടിൽ ഹാൻഡ്ലിംഗ് നിർത്താൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിചാരിച്ചാൽ മതി, ഒറ്റ നിമിഷം കൊണ്ട്. കാരണം സിയാലും കിയാലും കണ്ണൂർ എയർപോർട്ടും കൊച്ചി എയർപോർട്ടും കേരള ഗവൺമെന്റിന്റെ കീഴിലാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ. അവർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ കമ്പനിനെ പുറത്തുവിടാം. ഈ കമ്പനിയെ അങ്ങനെ പറ്റുമോ? അല്ല, ഏവിയേഷൻ മിനിസ്ട്രി കൊടുത്ത ഒരു കരാറല്ലേ? പറ്റും. അത് എന്റെ വേറൊരാള് കയറാൻ പാടില്ല തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ എന്റെ എയർപോർട്ട് എന്റെ സ്വന്തം എയർപോർട്ടാണ്. അവിടെ ആര് ഹാൻഡിൽ ചെയ്യണം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് സെൻട്രൽ ഗവൺമെന്റിന് അതിന് ഒരു ഭാഗമില്ല. പക്ഷെ അവിടെ ഗവൺമെന്റ് സർവീസ് ഉണ്ടല്ലോ. ഞങ്ങളുടെ എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇന്ത്യയിലുള്ള 172 എയർപോർട്ടിൽ ഈ സംവിധാനം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പോഴാണ് മനസ്സിലായത്, വെറുതെയല്ല 10 കോടി കൊണ്ടുപോയി തുർക്കിക്ക് കൊടുത്തത്. 10 കോടി തുർക്കി ഗിവ് ആൻഡ് ടേക്ക് ആണ്. മനസ്സിലായിപ്പോ? അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് പെട്ടെന്ന് തുർക്കി സ്നേഹം വന്നതെന്ന് ഇപ്പൊ മനസ്സിലായി സാർ. അത് മാത്രമല്ല സാർ, ഇതില് കാർഗോ ഹാൻഡ്ലിംഗ് ചെയ്യുന്നത് 1 കിലോയ്ക്ക് സാധാരണഗതിയിൽ നമ്മൾ തന്നെ പറയും. ഇപ്പം ഞാൻ ഈ സർവീസ് വിട്ട് വെളിയിൽ വന്നിട്ട് ഞാനൊക്കെ ഒരു കാർഗോ ബിസിനസ് ചെയ്യുന്ന ആ കമ്പനിയുടെ CEO ആണ്. പക്ഷേ 1 കിലോയ്ക്ക് 5 രൂപ കൂട്ടിക്കോ സാർ. സാധാരണഗതിയിൽ ഒരു ചുമട്ട് തൊഴിലേക്ക് വരെ കിട്ടും. 1 കിലോയ്ക്ക് 5 രൂപ കൂട്ടിയാൽ തന്നെ 5,45,000 ടൺ കാർഗോ ഒരു വർഷം അവർ ഇന്ത്യ മഹാരാജ്യത്ത് കൈകാര്യം ചെയ്യുന്നു. ഈ 5,45,000 ടൺ കാർഗോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചു പെറുക്കി എടുക്കാൻ പറ്റുമോ? പറ്റൂല. അത് മനുഷ്യ സാധ്യമേ അല്ല. പക്ഷെ അതിനകത്ത് യുറേനിയം കൊണ്ടിരുന്നുണ്ടോ, ആറ്റം ബോംബ് കൊണ്ടിരുന്നുണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് എന്താ കൊണ്ടുപോകുന്നത്, നമ്മളുടെ ധാതുക്കള്, മിനറൽസ് എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ഇതൊക്കെ ടാർമാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട്, കണ്ണൂരിൽ നിന്ന് ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് എന്നൊരു സാധനം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എയർപോർട്ട്, ഇപ്പം പല ഡൊമസ്റ്റിക് എയർപോർട്ടൊന്നും ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ടാർമാക്ക് ടു ടാർമാക്ക് അത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ അത് ഇന്റർനാഷണൽ ഒന്ന് പോയി. ആർക്കും കണക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കസ്റ്റംസിനും കണ്ടുപിടിക്കാൻ പറ്റില്ല, ഡൊമസ്റ്റിക്കിനും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഇത് പിന്നെ കൂടാതെ നമ്മളുടെ വിദേശ നാണ്യ വിനിമയം എന്ന് പറഞ്ഞാൽ വിദേശ നാണ്യ ശേഖരത്തില് ഇതിന്റെ ബാധ്യത എത്രയുണ്ടെന്ന് കണക്ക് കൂട്ടാൻ അറിയുന്നവർക്കൊക്കെ കണക്ക് കൂട്ടാൻ പറ്റും. ഞാനൊന്നും ഒരുപാട് ജോലി ചെയ്തു ഇതൊക്കെ ചെയ്തു എന്നല്ലാതെ അന്ന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, സാർ ഞാൻ 2020 VRS എടുത്തിട്ട് വെളിയിൽ വന്നാണ് സാർ, എനിക്ക് സർവീസ് ബാക്കിയിട്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ സസ്പെൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും, നമ്മളെ ഫാമിലിനെ ഡിസ്റ്റർബ് ചെയ്യും. ഇതൊരു സിസ്റ്റമായിരുന്നു. ആ സിസ്റ്റത്തിനെ കൊണ്ടുവന്നത് പഴയ ഗവൺമെന്റ് ആണ്. ഇപ്പം ടാറ്റ വന്ന് ഒരു ടർക്കിഷ് CMDA ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റൂല എന്ന് ചങ്കുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി പറഞ്ഞു. ടാറ്റയോടെ പറഞ്ഞു, രത്തൻ ടാറ്റ ജീവിച്ചിരിക്കുന്ന സമയത്ത് രത്തൻ ടാറ്റയോട് ചങ്കുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ട്. അന്നൊരു ചങ്കുറപ്പുള്ള സിവിൽ ഏവിയേഷൻ മന്ത്രി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഈ തുർക്കിക്കാരനെ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആ തീരുമാനം ടാറ്റ വിചാരിച്ചിട്ട് പോലും നടപ്പാക്കാൻ പറ്റിയില്ല. അത്രയും ധീരമായ ഒരു ഗവൺമെന്റ് ഉണ്ട്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രത്തിന്റെ എന്താ പറയാ, എനിക്ക് നാടാണ് വേണ്ടത്, രാഷ്ട്രീയമല്ല. ഐ ആം നോട്ട് എ പൊളിറ്റീഷ്യൻ. രാജ്യം ഉണ്ടെങ്കിലല്ലേ രാഷ്ട്രീയമുള്ളൂ സാർ. ഈ രാജ്യം അല്ല, അപ്പോൾ ആ ചങ്കൂറ്റം അല്ല, ഈ എയർ ഇന്ത്യ പിന്നെ ടാറ്റ എടുത്തപ്പോൾ അതിൻ്റെ തലപ്പത്ത് ടർക്കിഷ് CMD വേണ്ട
എന്ന തീരുമാനമെടുത്ത പ്രധാനമന്ത്രി, നമ്മുടെ വ്യോമയാന മന്ത്രി, ഇവിടുന്ന് ഈ സെലബിയെ പടിയടച്ച് പിണ്ടം വെക്കാനും ഇതേ ആർജവം കാണിക്കണം എന്നതാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. എനിക്ക് ഇത്രയും എക്സ്പേർട്സ് ഒക്കെ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. എന്നാലും ലൈവായിട്ട് ഈ ഫീൽഡിൽ 33 വർഷം ജോലി ചെയ്തു. ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നില്ല, എന്റെ മകന് എയർ ഇന്ത്യയുടെ സീനിയർ ക്യാപ്റ്റനാണ്. അപ്പൊ എനിക്കും പേടിയുണ്ട്. എന്റെ മക്കളൊക്കെ പോകുന്നതില്ലേ ഫ്ലൈറ്റില്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ടർക്കിഷ് കമ്പനി ഇന്ത്യയിലുള്ള നല്ല ഹൃദയഭാഗം കംപ്ലീറ്റ് ഈ ടർക്കിഷ് കമ്പനി കൈയെടുത്തു. ഡൽഹി ഡൽഹി എയർപോർട്ടിന്റെ ടാർമാക്ക്, അതാ മാഡം, ഡൽഹി എയർപോർട്ടിന്റെ ടാർമാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർഫോഴ്സിന്റെ ടാർമാക്ക് വന്നത് അതൊന്നാണ്. വേറെ എവിടെ വ്യത്യാസം? നമ്മുടെ ഡൽഹി എയർപോർട്ടിന്റെ ടാർമാക്കും പിന്നെ സിവിൽ ടാർമാക്കും ഡിഫൻസ് ടാർമാക്കും ഏകദേശം ഒന്ന് തന്നെയാണ്. വെളിയിൽ മാത്രമേ കാണാൻ ഒരു മതിലുള്ളൂ സാറേ. ശ്രീ രഘുനാഥ് നായർ, ചൈനയെ പോലെ തുർക്കിയും നമ്മുടെ പ്രഖ്യാപിത ശത്രുവാണ്. ചൈനയും പാകിസ്ഥാനും പോലെ തുർക്കിയും പ്രഖ്യാപിത ശത്രുവാണ്. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ്. പാകിസ്ഥാന് ആരൊക്കെയാണ് സഹായം കൊടുത്തത് എന്ന് ഇതിനകം വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ തുർക്കിയിലെ ഒരു കമ്പനി സെലബി, അവർ ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും കാർഗോയും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയല്ലേ? അനിൽ നമ്പ്യാർജി, നമ്മൾ ഈ രാജ്യസുരക്ഷയുടെ കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഏവിയേഷൻ സെക്ടറിലേക്ക് വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബിറ്റ്വീൻ 1990 ആൻഡ് 1995, ഏത് വർഷമാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ചണ്ഡീഗഡിലെ ട്രിബ്യൂൺ ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വന്നു. ഞാൻ അന്ന് ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യണം. ആർട്ടിക്കിള് ഒരു ഫീമെയിൽ ജേർണലിസ്റ്റ് ആണ് എഴുതിയത്. ഇന്ത്യൻ എയർഫോഴ്സ് സെക്യൂരിറ്റി ഈസ് കോസ്റ്റിംഗ് ഓൺലി 25 പൈസ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സെക്യൂരിറ്റിക്ക് 25 പൈസയുടെ വില. എങ്ങനെയാ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന് വൾണറബിലിറ്റി ഓരോ സ്റ്റേജിലും നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻസിഡന്റും കൂടി ഇതിവിടെ കണക്ട് ചെയ്തത്. അവിടെ ഈ റൺവേയിൽ കണ്ടമാനം പുല്ല് വന്നു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഈ ജീവികളും എല്ലാം വന്നിട്ട് എയർക്രാഫ്റ്റിന് ഡാമേജ് ഉണ്ടാകുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. നമ്മൾ ഈ ബ്ലൂ ബുള്ളിനെ കൊല്ലാനും പട്ടിയെ വെടി വെച്ച് കൊല്ലാനും ഒക്കെ റൺവേയിൽ വരുന്നതിനൊക്കെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഈ പുല്ല് വെട്ടിക്കളയുക എന്നുള്ളത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. കാരണം ഒരു 2 മഴ പെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെയും പുല്ല് വളരും. അപ്പൊ സിവിലിൽ നിന്ന് നമുക്ക് വെളിയിൽ നിന്ന് കോൺട്രാക്ടേഴ്സിനെ ഈ ജോലി ഏൽപ്പിക്കും. നമ്മുടെ ഇവിടെ ഈ ബംഗാളികളെയൊക്കെ കൊണ്ടുവന്ന കോൺട്രാക്ടേഴ്സ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അവിടെ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ഇവർ വന്നിട്ട് ഒരുപാട് പേര്, അപ്പൊ ഇതിനകത്ത് വിമൻ ലേബറേഴ്സ് ആണ് കൂടുതൽ ഈ പുല്ല് വെട്ടുന്ന പണിയായതുകൊണ്ട് എന്നിട്ട് അവർ പുല്ല് വെട്ടി കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുപോയി അവിടെയുള്ള ഇഷ്ടംപോലെ പശുവിനെ വളർത്തുന്നവരൊക്കെ ഉണ്ട്, വിറ്റ് കാശാക്കുക, അത് വേറെ കാര്യം. അപ്പൊ ഈ വരുന്ന ഓരോ ലേബറിനും പാസ് എടുക്കണം അകത്തേക്ക് കയറാനായിട്ട്. റൺവേയിലേക്കൊക്കെ റൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചണ്ഡീഗഡിലെ സിവിൽ എയർപോർട്ട് എയർഫോഴ്സ് എയർപോർട്ട് ഒന്നാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ അന്ന് 3 ഫൈറ്റർ സ്ക്വാഡ്രൻസ്, 2 വലിയ ട്രാൻസ്പോർട്ട് സ്ക്വാഡ്രൻസ്, ഫൈറ്റർ ഹെലികോപ്റ്റർ, ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ, ഇതെല്ലാം ഉള്ള ഒരു വലിയൊരു സ്റ്റേഷനാണ്. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി അതിന്റെ അൾട്ടിമേറ്റിൽ നിൽക്കുന്ന ഒരു സ്റ്റേഷനാണ്. ഓരോ ലേബറിനും പാസ് കൊടുക്കണമെങ്കിൽ, ഈ ടോക്കൺ കൊടുക്കണമെങ്കിൽ 25 പൈസ അവിടെ കൊടുക്കണം. അപ്പൊ ഈ സ്ത്രീ ജേർണലിസ്റ്റ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു ലേബററിന്റെ പോലെ മുഷിഞ്ഞ വസ്ത്രത്തില് 25 പൈസ കൊടുത്ത് ഈ കോൺട്രാക്ടറെ സ്വാധീനിച്ച് ഞാനും പണിക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ വെറുതെ വന്നോളാൻ പറഞ്ഞു. നിങ്ങളുടെ വന്നു കൂലി കൊടുക്കും കേട്ടോ. അവരകത്ത് കയറി 25 പൈസ കൊടുത്തപ്പോൾ അവർ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ടിഫിൻ കാരറ്റിലൊക്കെ ആക്കിയിട്ട് അവരുടെ ഭാണ്ഡമൊക്കെ കാണും. ഇവർ ജേർണലിസ്റ്റ് അല്ലേ, ഇവർ നല്ല ഒന്നാന്തരം SLR ക്യാമറയൊക്കെ ഭാണ്ഡത്തിലിട്ട് അകത്ത് കയറി. അപ്പം അന്ന് പിന്നെ മോഹൻ സാറിനും പിന്നെ മാഡത്തിനും ഒക്കെ അറിയാമായിരിക്കും, നമ്മുടെ ഇന്ത്യൻ ആകാശാതിർത്തിയിൽ കയറി കഴിഞ്ഞാൽ സിവിൽ ഫ്ലൈറ്റിൽ ഡോണ്ട് യൂസ് യുവർ ക്യാമറ എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ സാറ്റലൈറ്റ് ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ്, കാരണം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അതുപോലെ പിന്നെ വിമാനത്തിനകത്തിരുന്ന്, പറക്കുന്ന വിമാനത്തിനകത്തിരുന്ന് പോലും ഫോട്ടോ എടുക്കാൻ പെർമിഷൻ ഇല്ലാത്ത കാലഘട്ടമാണ് ഞാൻ ഈ പറയുന്നത്. ഇവരെ ഉള്ള ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അവർ റൺവേയിലാണെന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള അത്ര ഹാംഫുൾ അല്ലാത്ത ഒരു ഫോട്ടോ വെച്ചിട്ട് പിറ്റേ ദിവസം ട്രിബ്യൂണിൽ, ചണ്ഡീഗഡിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ട്രിബ്യൂണിൽ വന്നു, ഇന്ത്യൻ എയർഫോഴ്സ് സെക്യൂരിറ്റീസ് കോസ്റ്റിംഗിൽ 25 പൈസ എന്ന്. ബാക്കിയുള്ള ഫോട്ടോ എല്ലാം ഡെവലപ്പ് ചെയ്ത് അവർ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്റ്റേഷൻ കമാൻഡർക്ക് അയച്ചു കൊടുത്തു. ദിസ് ഇസ് വാട്ട് ഐ ഡിഡ്, നൗ യു ബെറ്റർ കറക്റ്റ് യുവർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇത്ര സെക്യൂരിറ്റി ലാബ്സ് ഇതുണ്ടെന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പം എനിക്കും അറിയില്ലായിരുന്നു. ഈ സെലബിയുടെ കേസ് വന്നപ്പോഴാണ് ഞാനും ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നതും. പിന്നെ മോഹൻ സാറ് പറയുന്നത് കേട്ടിട്ട്, ഞാൻ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്, മാഡം പറഞ്ഞ എന്തൊക്കെയാണെന്ന് കേട്ടില്ല. മോഹൻ സാറ് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു തള്ളിപ്പോയി. കാരണം ഇതിനകത്ത് ഇവർ കവർ ചെയ്തോന്ന് അറിയില്ല.
ഇതിനകത്ത് ഇപ്പോഴത്തെ മോഡേൺ പിന്നെ എന്താ പറയാ, ഇപ്പോഴത്തെ മോഡേൺ വാർഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കളക്ഷൻ. നമ്പ്യാർ സാറ് നമ്മുടെ കോവിഡിന്റെ സമയത്തെ, ഞാൻ ഇൻഫർമേഷൻ കളക്ഷന്റെ വാല്യൂ കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. കോവിഡിന്റെ സമയത്ത് സ്പ്രിംഗ്ലർ അല്ലെ ഒരു ഡാറ്റ കളക്ഷൻ നമ്മൾ കോൺട്രാക്ട് കൊടുത്ത് അന്ന് പിന്നെ നമ്മുടെ ശിവശങ്കരനെ ആദ്യം വെട്ടിലാക്കുന്നത് അതാണ്. എക്സാക്ട്ലി. അന്ന് ഒരാളുടെ കംപ്ലീറ്റ് ക്ലിനിക്കൽ ഡാറ്റയാണ് അതിൽ കൊടുത്തിരുന്നത്. 2 ലക്ഷം പേരുടെ കണ്ടാ കൊടുത്തത്. ഒരാളുടെ ഡാറ്റയ്ക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ 1,50,000 രൂപ വിലയുള്ള കാലഘട്ടമാണ്. ദിസ് ഈസ് ദ കോസ്റ്റ് ഓഫ് എ ഡാറ്റ. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം പിന്നെ മോഹൻ സാറ് പറഞ്ഞതാണ് കേട്ടത്, ഇവർ ചെറിയ പ്രോഫിറ്റിൽ ഇന്ത്യയിൽ വന്നിട്ട് ഇത് എടുക്കുക. അപ്പൊ അവർക്ക് ലാഭം നഷ്ടമല്ലായിരുന്നു, ഇന്ത്യൻ മാർക്കറ്റിൽ പെനിട്രേറ്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം. അപ്പം ആ പെനിട്രേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? വൈ ദേ വോണ്ട് ടു പെനിട്രേറ്റ് ഇൻ ടു ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യൻ കാർഗോ മാർക്കറ്റ്. ഒന്ന്, ആക്സസ് ടു സെൻസിറ്റീവ് ഡാറ്റ തന്നെയാണ് ഒരു ഉദ്ദേശം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ട്രേഡ് ആൻഡ് സെക്യൂരിറ്റി, ട്രേഡ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു എന്തെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അത് എക്സ്റേയിൽ വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതും അറിയാം. അപ്പൊ ഈ കംപ്ലീറ്റ് ട്രേഡ് ഡേറ്റയും സെക്യൂരിറ്റി ഡാറ്റയും ഇവന്റെ കയ്യിൽ കിട്ടുകയാണ്. എങ്ങനെയാ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്? എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്? പൈസയും കിട്ടും, ഡാറ്റയും കിട്ടും. അതെ, ഇഷ്ടംപോലെ. അതെ, പൈസയും കിട്ടും. നമ്മൾ അവർക്ക് കാശ് കൊടുത്ത് നമ്മുടെ ഡാറ്റ എടുക്കാൻ നമ്മൾ അവർക്ക് കാശ് കൊടുക്കുന്ന പോലെ. എക്സാക്ട്ലി. പിന്നെ വളരെ ഭയങ്കരമായിട്ടുള്ള എസ്പിയണേജ് റിസ്ക് ഇതിനകത്തുണ്ട്. ചാരപ്രവൃത്തിയുടെ റിസ്ക് ഉണ്ട്. കാരണം ഇപ്പൊ സാർ തന്നെ പറഞ്ഞു, ഡിഫൻസിന്റെ ഷിപ്മെന്റ് ഇസ്രായേലിൽ നിന്നൊക്കെ സിവിൽ കാർഗോ പ്ലെയിനിലാണ് വരുന്നെന്നുള്ളത്. ഡിഫൻസിന്റെ കാർഗോ പ്ലെയിനിൽ വന്നു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ വരും, മാനിഫെസ്റ്റോ ഗഡ്ബഡിയെല്ലാം നമുക്ക് ഇൻഫർമേഷൻ വരും. അപ്പൊ സിവിൽ കാർഗോയിൽ വന്നിട്ട് ഇവരെ പോലുള്ള സീനിയർ ആളുകളാണ് അത് ഹാൻഡിൽ ചെയ്തതെന്ന് പറയുമ്പോൾ അതിനകത്തും ഇൻസ്ട്രക്ഷൻ വരുന്നു സീനിയർ ആളുകൾ ഹാൻഡിൽ ചെയ്യണമെന്ന്. പക്ഷെ അത് 100% പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ലല്ലോ. ദീസ് പീപ്പിൾ ഓൾസോ ക്യാൻ പെനിട്രേറ്റ് ഇൻ ടു ഇറ്റ് അല്ലെ. അപ്പൊ അങ്ങനെ ഡിഫൻസ് ഷിപ്മെന്റ്സിന്റെ ഇൻഫർമേഷൻസ് ഇവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും, ഇത് വേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഡിപ്ലോമാറ്റിക് കാർഗോകൾ വരുമ്പോൾ അതിന്റെ ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി ഇവർക്ക് കിട്ടും. ആരുടെയൊക്കെയാണ് കാർഗോസ് വരുന്നത്, ഹു ആർ ദ പീപ്പിൾ കമ്മിങ്, എത്ര കിലോ ഉണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു, ഓക്കെ. അതിന് പിന്നെ അവര് എക്സ്റേ ഒന്നും ഇല്ലായിരിക്കും. അതുപോലെ ഹൈ വാല്യൂ കൊമേഴ്സ്യൽ ഗുഡ്സ് വരുന്ന ഒരുപാടുണ്ട്, വലിയ വലിയ എക്യുപ്മെന്റ്സ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഡ്രോണൊക്കെ വരുന്ന സമയത്ത്, ഡ്രോണൊക്കെ ചെറിയ ഡ്രോൺ ആണെന്നുണ്ടെങ്കിൽ അത് വേറെ. പക്ഷെ വലിയ എക്യുപ്മെന്റ്സ് വരുന്ന സമയത്ത് ഇപ്പൊ ഒരു എയർക്രാഫ്റ്റിന്റെ പാർട്സ്, ഇപ്പൊ നമ്മളിപ്പോ വിദേശത്തു നിന്ന് വിമാനങ്ങൾ വാങ്ങിക്കുന്ന ഒരു വിമാനത്തിന്റെ വിങ്ങോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഈ കാർഗോയ്ക്കകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈറ്റർ പ്ലെയിന്റെ കൃത്യമായിട്ട് വെളിയിൽ നിന്ന് കണ്ടാൽ തന്നെ അറിയുന്നതാണ് സാധനം എന്നുള്ളത്. കാരണം ഈ എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്ത് പരിചയമുള്ള ഒരാൾ, ഇപ്പൊ എന്നെ പിടിച്ച് ഒരു കാർഗോ ഹാൻഡിലിംഗിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയൊക്കെ പൊതിഞ്ഞ് കെട്ടി വെച്ചാലും ഇതൊരു ഡിഫൻസ് എക്യുപ്മെന്റ് ആണെങ്കിൽ ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടും, ഇത് ഏത് പാർട്ടാണ്, ഇത് എന്താണ്, ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇതിനു വേണ്ടി മാത്രമായിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല നമ്മുടെ ഇൻഫർമേഷൻ ഇങ്ങനെ ഈ മറ്റേ മണൽ ഉയർന്നു പോകുന്ന പോലെ. പിന്നെ സൈബർ സെക്യൂരിറ്റി റിസ്ക് ഭയങ്കരമല്ലേ സാറേ? അത് പിന്നെ എനിക്കത്, കാരണം ഇവരുടെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ വേണം. കാരണം ഇന്ന് നമുക്ക് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് കണ്ടമാണ് ഡിജിറ്റൽ സിസ്റ്റം, എവറിത്തിങ് ഇസ് ഡിജിറ്റലൈസ്ഡ്. സാർ, ഇപ്പൊ നമ്മുടെ ടാർമാക്കിലേക്ക് പോകുന്ന ഒരു സ്റ്റാഫിന്റെ ഒരു പേന, പണ്ടൊക്കെ നമ്മുടെ ഈ സ്പൈ പെൻ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് സാർ, ഈ സാധനം അവരുടെ പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ ആരും സംശയിക്കില്ല, പേന ഒരു സ്പൈ പേന. ആ സ്പൈ പേന കൊണ്ടുപോയിട്ട് ഡൽഹി എയർപോർട്ടിന്റെ ടാർമാക്കിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് എയർ സൈഡിൽ ടാർമാക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാല് പാലം എയർഫോഴ്സ് സ്റ്റേഷന്റെ സർവ്വ സീക്രട്ടും നമ്മൾ ഒന്ന് നടന്നാ കിട്ടും. മാഡം കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? അതെ അതെ അതെ. ഈ പുറമേ നിന്ന് കാണുന്നവർക്ക് മാത്രമാണ് നമുക്ക് എയർപോർട്ട് റൺവേ ആയിട്ടുള്ള വ്യത്യാസം. പുറമെ വലിയ മതിലൊക്കെ കെട്ടി കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടാവും, പക്ഷെ അകത്ത് ഈ സാധനം എല്ലാം ഒന്നാണ്. അപ്പം ഈ തുർക്കിഷ് കമ്പനികള്, ഞാൻ ഒന്നും കൂടി പറയാം, പിന്നെ അത് മറന്നു, ഒരു 60 വയസ്സായി. പിന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തുർക്കിഷ് കമ്പനികൾക്ക് വേറെ ഒരു ഫീൽഡിലും വരാൻ താല്പര്യമില്ല. അവർക്ക് വേറെ ഒരു സാധനം ഉണ്ടാക്കാൻ താല്പര്യമില്ല. അവര് ഞാൻ പറഞ്ഞുതരാം, ഹവാസ് എന്ന് പറഞ്ഞ് വേറൊരു കമ്പനി ഉണ്ട്. ആ കമ്പനി ആ ഒരു വി എന്നുള്ള അതെ. ഈ ഹവാസ് ഇവിടെ വന്ന് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ് വെഞ്ചർ ആണ്. അവർ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു അണ്ടനെ അഴോടനെയൊക്കെ കൂടെ കൂട്ടിയിരുത്തി ജോയിന്റ് വെഞ്ചർ ആക്കും. ഇതേ സെലിബി തന്നെ ഏകദേശം 5-6 ജോയിന്റ് വെഞ്ചർ ഉണ്ട്. എനിക്കറിയാം, കാരണം കൃത്യമായ ഇൻഫർമേഷൻ ഇല്ല, കാരണം ഞാൻ ഈ ഫീൽഡ് വിട്ട് വെളിയിൽ വന്നിട്ട് 4.5 കൊല്ലായി.
പക്ഷേ ഇവരിവിടെ വന്നിട്ട് വേറെ ഒരു ഫീൽഡിൽ ഇവർക്ക് പോകാൻ താല്പര്യമില്ല സാർ. ഏവിയേഷൻ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. നഷ്ടത്തിലാണെങ്കിൽ ഏവിയേഷൻ ചെയ്യും. എന്തായാലും കാര്യം. അതിനൊക്കെ വേറൊരു കാര്യം കൂടെ ഉണ്ട് സാറേ. നമ്മൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ലീക്കിന്റെ റിസ്ക് പോലെ തന്നെ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള സബോട്ടേജ് റിസ്ക് ഉണ്ട്. സാർ തന്നെ പറഞ്ഞു, ഒരു എയർക്രാഫ്റ്റിനകത്ത് ഈവൻ എയർക്രാഫ്റ്റിന്റെ സൈഡിലുള്ള പാനലുകൾ അതിനകത്ത് ഫുള്ള് പൈപ്പ് ലൈൻസും ഒക്കെയാണ്. അത് അൺസ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം കയറ്റിക്കൊണ്ടുവരാം. അങ്ങനെയുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലാതെ തന്നെ ഈ കാർഗോ മാത്രം ടാമ്പർ ചെയ്താൽ ഈ പറഞ്ഞ റിസ്ക് ഒന്നും എടുക്കണ്ട സാറേ. കാർഗോ മാത്രം ടാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം അതിൽ ചെയ്യാൻ പറ്റും, എന്തെല്ലാം കയറ്റിവിടാൻ പറ്റും. വേറൊരു കാര്യം പിന്നെ എക്സാക്ട്ലി കറക്റ്റ്. യുറേനിയം ഒക്കെ ഇന്ത്യയിലോട്ട് യുറേനിയം കൊണ്ടുപോകാനും യുറേനിയം കണ്ടുപിടിക്കും, ഇതൊന്നും ആൾക്കാർ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനമല്ല. അതൊക്കെ നമുക്ക് മേഡത്തിനൊക്കെ അറിയാം. ഇതൊക്കെ DG ലൈസൻസ് വേണം, ഇത് ഡേഞ്ചറസ് ഗുഡ്സ് തലകുത്തി വെക്കാൻ പാടില്ല. നമ്മുടെ കേരളത്തിലെ കരിമണലൊക്കെ ഒരുപക്ഷെ ഇതുവഴിയായിരിക്കും പോകുന്നുണ്ടാവുക പുറത്തോട്ട്. പോസിബിൾ. അതായത് പിന്നെ ഈ മെയിൻ ഐറ്റംസ് ഈ നഞ്ചത്തിന് നാനാഴി എന്ന് ചോദിക്കും നമ്മളുടെ മലയാളത്തിൽ. അതേപോലെ കാന്താരി, എന്തിനാ കൂടുതൽ, ഒരു കാന്താരി മതി. അതുപോലെ ഈ യുറേനിയം, ഇങ്ങനെയുള്ള ഈ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മളുടെ സാധാരണ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഇത്ര കൊണ്ടുപോകാം. ക്യാൻസർ പേഷ്യൻസിനൊക്കെ നമ്മൾ പിന്നെ IGCRA എന്നും ബാബ ആറ്റോമിക് റിസർച്ച് എന്നൊക്കെ വരും. അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഞങ്ങളെ പോലുള്ള ആൾക്കാരാണ് ഹാൻഡിൽ ചെയ്യുക. ഞങ്ങൾക്ക് അതിന് ഡേഞ്ചറസ് ഗുഡ്സിന് പ്രത്യേക ലൈസൻസ് ഉണ്ട്. അത് 2 വർഷത്തിൽ ഓരോ 2 വർഷത്തിലും പുതുക്കിക്കൊണ്ടേയിരിക്കണം. പക്ഷെ ഇവർക്ക് ഇതൊന്നും ബാധകമല്ല. ഈ യുറേനിയം പണ്ട് കേട്ടിട്ടുണ്ടാവും, മദ്രാസിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് യുറേനിയം ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഈ പുഴയുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് പുഴയിൽ വീണ് സംഭവം ചിലപ്പോൾ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. അന്ന് മദ്രാസ് മൊത്തം അലർട്ടായിരുന്നു. ഒരു ചെറിയ പീസ് യുറേനിയം പുഴയിൽ വീണു. അപ്പം ഈ യുറേനിയം ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു എക്സ്പെർട്ടിസും ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് പിന്നെ ചെറിയ പൈസക്ക് ഡാറ്റയും കിട്ടി, നമ്മളുടെ കള്ളക്കടത്തും നടന്നു, സർവ്വ പരിപാടി ഇതിന്റെ ഉള്ളങ്ങ് നടന്നു. തന്നെയല്ല, ഈ ടാമ്പറിങ്, കാർഗോയായിട്ട് ടാമ്പർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോസിബിലിറ്റീസ്, മറ്റുള്ള എക്സ്പ്ലോസീവ്സ്, ഇപ്പൊ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RDX ഒക്കെ പിടിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ക്വാണ്ടിറ്റി, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എക്സ്പ്ലോഷൻ വേണമെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി വേണം. ഇപ്പൊ RDXനേക്കാളൊക്കെ 10 മടങ്ങ് സ്ഫോടക ശേഷിയുള്ള 1 ഗ്രാം കൊണ്ട് തന്നെ പിന്നെ എത്രയോ വലിയ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ കണ്ടുപിടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഓർമ്മ കിട്ടുമ്പോ പറയാൻ പറ്റാണ്, അവൻ ഡിസ്റ്റർബ് എന്ന് വിചാരിക്കാൻ പാടില്ല. ഞങ്ങൾ ഇവിടെ മദ്രാസിൽ നമ്മുടെ ഇന്ത്യൻ ആർമമെന്റ്സ് ഫാക്ടറി എന്ന് പറഞ്ഞ സാധനമുണ്ട് തിരുച്ചിയിൽ, സാറിന് അറിയാമല്ലോ. അപ്പം ഈ പിന്നെ കൽക്കട്ടയിലുണ്ട്, അവിടെ 2-3 ആർമമെന്റ്സ്, അതെ, ആംസ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. അപ്പം ഈ ആംസ് ഉണ്ടാക്കിയത് നേരത്തെ നമ്മളുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ട്രിച്ചിയിൽ നിന്ന് മദ്രാസിലോട്ടുള്ള ഫ്ലൈറ്റ് ഫുള്ളായിട്ട് ലോഡ് വരും. അപ്പൊ അത് ഞങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ഈ തോക്കുകൾ, പല വിധത്തിലുള്ള തോക്കുകളായിരിക്കും, അത് പാക്ഡ് ആണ് കംപ്ലീറ്റ്. അപ്പൊ ഞങ്ങൾക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടും ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വരുന്നതെന്ന്. അപ്പൊ ഉടനെ ഞങ്ങൾ അത് ഒരു മനുഷ്യന്റെ പോലും കണ്ണിൽ പെടാതെ അത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അടുത്ത ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. കാരണം അത് ഇന്ത്യയുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർമി ഉപയോഗിക്കുന്ന പിന്നെ തോക്ക്, ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ആണ്. ഇപ്പം ചെയ്യുന്നത് ഈ സെൽവിക്കാരാണ് നമ്മുടെ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. സാറേ, ഞാൻ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും സാറേ? അതിനകത്ത് വേറൊരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഇവിടെ ഇതുപോലെയുള്ള ആംസിന്റെ സപ്ലൈ വരുമ്പോ ഇവർക്ക് ഇത് മനഃപൂർവ്വം ഡിലേ ചെയ്തുകൂടെ? ഇവരുടെ ഹാൻഡിൽ ചെയ്യുന്ന മാത്രമല്ല സാറേ, ഡിലേ ചെയ്യണ്ട. ഇപ്പൊ ഈ നാസ് എയർവേസിന് ഇപ്പൊ അപ്രൂവൽ കൊടുത്താരാ? എല്ലാവരും പിന്നാരാ? അല്ല, ഇനി വേറൊരു പോസിബിലിറ്റിയും കൂടെ പറയാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെന്നൈ എയർപോർട്ടിലേക്ക് വന്ന ഒരു സാധനം നേരെ ഡൽഹിക്ക് പോകണം. ഇതിനെ നേരെ കൊണ്ടുപോയി ബോംബെക്കോ അല്ലെങ്കിൽ കൽക്കട്ടയ്ക്കോ കയറ്റി വിട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെസ്റ്റേൺ ബോർഡറിൽ പോകേണ്ട സാധനം നേരെ ഈസ്റ്റേൺ ബോർഡറിലേക്ക് വിട്ടു കഴിഞ്ഞാല് പിന്നെ അവിടുന്ന് ഇതിവിടെ വരണമെങ്കിൽ അവിടെ ഹാൻഡിൽ ചെയ്യുന്ന ഇവര് തന്നെയല്ലേ. അതുപോലെ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ്, പിന്നെ ഇതിലൊക്കെ വലിയ റിസ്ക് അല്ലേ സാറേ? ഇവർ ഇതിനകത്തൂടെ നടക്കുമ്പോൾ ഇതിനകത്തെ സ്റ്റാഫാണ്, ലിമിറ്റഡ് ചെക്കിങ് ഉണ്ടാവുള്ളൂ. കാരണം യൂഷ്വലി അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ കഴുത്തേൽ ഈ ടാഗും ഐഡന്റിറ്റി കാർഡും ഉണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ട് വേണം. ഇപ്പം അപ്പൊ അങ്ങേയറ്റം ഹൈ സെക്യൂരിറ്റി ഏരിയസിൽ ഇവർക്ക് കയറാൻ പറ്റുമല്ലോ, അവിടുത്തെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പാസ് ചെയ്യാൻ പറ്റുമല്ലോ. VVIP മൂവ്മെന്റ്സ് വരെ ഇവർക്ക് ചോർത്താൻ പറ്റുമല്ലോ സാറേ. സാർ, അവിടെയാണ് ഞാൻ പോയിന്റ് കൊണ്ടുവരുന്നത്. ഇപ്പം VVIP ഹാൻഡിൽ ചെയ്യുന്നത് സെൽബിയാണ്, ഇന്ത്യയിലുള്ള ഈ മിക്കവാറും അല്ല. അത് മാത്രമല്ല, VVIP ഹാൻഡ്ലിംഗ് അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൂടാതെ എയർപോർട്ട് ലോഞ്ച്
സാർ എയർപോർട്ട് ലോഞ്ചിലാണ് ഈ ഡാറ്റ കൈമാറുന്നത് എപ്പോഴും. കാരണം അവിടെ ഒക്കെ വലിയ വലിയ ആൾക്കാർ വന്നിരുന്ന് ഒരു പെഗൊക്കെ അടിച്ച് ആ ലോഞ്ചിലിരിക്കും. ആ ലോഞ്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഒരു മിനിറ്റ് ലോഞ്ചിൽ എൻട്രി വേണമെന്നുണ്ടെങ്കിൽ പലർക്കും ഫ്രീ ലോഞ്ച് ആക്സസ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ. അപ്പൊ ഈ കാർഡ് അവിടെ കൊടുക്കണ്ടേ? അതിന്റെ ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടത്തില്ലേ? എല്ലാം കിട്ടി സാർ. നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് മൊത്തം കുത്തുവാളെടുപ്പിക്കാനുള്ള ഒരു സംവിധാനം ഈ സെലിബിയുടെ കയ്യിലുണ്ട്. ഈ സെലിബി നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല. വേറെ ഏതെങ്കിലും ഒരു കമ്പനി സാർ, ഇന്ത്യയിൽ എയർ ഇന്ത്യയുടെ എയർപോർട്ട് ഹാൻഡ്ലിംഗ് സർവീസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി നഷ്ടത്തിലോടുന്നു. ആ കമ്പനിയെ നഷ്ടത്തിൽ കൊണ്ടിരുത്തി, നഷ്ടത്തിലാക്കി, ശമ്പളം കൊടുക്കാൻ ഗതിയില്ലാതെ ഗവൺമെന്റിന്റെ റവന്യൂ, നമ്മളുടെ ടാക്സിന്റെ പൈസയിൽ നിന്ന് റവന്യൂന്ന് പൈസ എടുത്തിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നു, സെലിബിക്ക് കൊടുക്കുന്നു. എന്താ ഇവന്റെ കഥ? മോഹൻ സാർ, ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് ഡൗട്ട് ചോദിക്കുകയാണ്. ഈ സെലിബിക്ക് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ഇവിടെ ഇത്രയും കേപ്പബിൾ ആയിട്ട് അദാനി ഗ്രൂപ്പ്സ് ഉണ്ട്, റിലയൻസ് ഗ്രൂപ്പ് ഉണ്ട്, ടാറ്റ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെ? അങ്ങനെ ഒരുപാട് വലിയ വലിയ ഗ്രൂപ്പ്സ് ഇല്ലേ? അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ 2010 സാർ ഈ സിവിൽ ഏവിയേഷൻ പോളിസി കംപ്ലീറ്റ് മാറിയത്? പഴയ ഗവൺമെന്റിന്റെ കാലത്താണ്. മോദിജി വരുന്നതിന് മുമ്പേ ഇവര് വേണ്ടുന്ന കാര്യങ്ങൾ മൊത്തം പോളിസിയിലേക്ക് മാറ്റിവെച്ചു. ഇപ്പൊ ഞാൻ തുറന്നു പറയാം, ഇൻഡിഗോ ആരുടെയാ? ഇൻഡിഗോ മാഡം പറയും, ആരുടെ പൈസയാ? ഒരു പഞ്ചാബിലുള്ള ഒരു സാധാരണക്കാരൻ അമേരിക്കയിൽ ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി തുടങ്ങി. ആ ഒരു ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഹാൻഡ്ലിംഗ് ഏജൻസി അമേരിക്കയിൽ തുടങ്ങി. നല്ല കേൾക്കണം, അവരും ഇതേപോലെ ഹാൻഡ്ലിംഗ് ഏജൻസി അമേരിക്കയിൽ തുടങ്ങി, ഇന്ത്യയിൽ കമ്പനി ആരംഭിച്ചു. ഇന്ന് നമ്മളുടെ ഇന്ത്യൻ ഏവിയേഷന്റെ 60% ഓഫ് ദ എക്കണോമി ഈസ് ഗോയിങ് ടു ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ. അതാരുടെയാ? അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചോ, അന്നേരം കിട്ടും ആരുടെയാന്ന്. അതിന് തെറ്റില്ല. അവര് ഈ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയാൻ പറ്റൂല, കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ അതിലുണ്ട്. പക്ഷെ പ്രശ്നം ഈ അതെ അതുപോലെ ഇന്ത്യയെ പറ്റി ഞാൻ വല്ലതും പറഞ്ഞ എനിക്കും അടി കിട്ടും, എന്റെ ഫ്രണ്ട്സ്. സാർ, നമ്മൾക്കൊക്കെ നാളെ ജീവിക്കണ്ടേ? നമുക്ക് ഈ വീട്ടിൽ തെരുവിൽ കൂടെ നടന്നു പോണ്ടേ? അവര് വണ്ടി അല്ല, എല്ലാ സത്യങ്ങളും തുറന്നു പറയണ്ട, കുറച്ചെങ്കിലും പറയണം, ആളുകൾ അറിയട്ടെ. ഞാനൊരു കണ്ണൂരുകാരനാണ്, ഞാൻ സത്യം തുറന്നു പറയും, ചാവുന്നവരെ പറയും. ഓക്കെ. എന്തായാലും എനിക്ക് ഒരുപാട് മെസ്സേജുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഇൻഫർമേഷനാണ് ഈ ഡിബേറ്റിലൂടെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ഈ 3 പാനലിസ്റ്റുകളോടും പ്രത്യേകം നന്ദി പറയുന്നു. ഡോക്ടർ നുസ്രത്ത് ജഹാൻ, അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ജിഹാദികളുടെ കയ്യിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, അല്ലേ? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അത് മനസ്സിലാക്കില്ല, ഉറപ്പായിട്ട് അതാണ്. VIP ഹാൻഡിൽ ചെയ്യണ അവരാണ്, കാർഗോ ഹാൻഡിൽ ചെയ്യണ അവരാണ്, ബാഗേജ് ഹാൻഡിൽ ചെയ്യുന്ന അവരാണ്, അറൈവലിൽ ഹാൻഡിൽ ചെയ്യണ. ഇപ്പോ ഏതാളെയും പിന്നെ അവർക്ക് കയറ്റി വിടാം. കാരണം എമിഗ്രേഷനോ കസ്റ്റംസോ കടത്തി വിടുന്നെങ്കിൽ അവിടെ പോയിട്ട് മീറ്റ് ആൻഡ് അസിസ്റ്റ് ചെയ്ത് പറയുമ്പോ VIP ഇത് കൊടുക്കുമ്പോ, പ്രോട്ടോകോൾ കൊടുക്കുമ്പോ, എയർലൈനിന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ട്. പണ്ടാകുമ്പോൾ പ്രോട്ടോകോൾ കൊടുക്കുക. എന്തിനാപ്പോ VVIPക്ക് പ്രോട്ടോകോൾ? ഞാൻ ഇപ്പോൾ ചോദിക്കൂ, ഇപ്പൊ ഈവൻ ഒരു മിനിസ്റ്റർ പോവുകയാണെങ്കിൽ ആളെ കൂടുതലുള്ള ആൾക്കാരെ ചെക്ക് ചെയ്യണം. അവനെ ചെക്ക് ചെയ്യാൻ വിടാതെ ഒരുത്തം വന്നിട്ട് ഓടി വന്ന് ഇപ്പൊ ഈ പ്രൈവറ്റ് എയർപോർട്ടിൽ കാണുന്ന ഒരു സ്വഭാവമാണ്. അത് പ്രൈവറ്റ് എയർപോർട്ടിന്റെ ഡയറക്ടറോ ചെയർമാനോ വരിക്ക് വന്ന് നിൽക്കും. ഈ എയർക്രാഫ്റ്റിന്റെ സെക്യൂരിറ്റി നമ്മളെ ഇരിക്കുമ്പോ ഇവനെ എമിഗ്രേഷനിലും വിടവില്ല, അവരെല്ലാരും കൂടി ഇങ്ങനെ കൂടി നിന്നിട്ട് ഈ പാസ്പോർട്ട് അവിടെ കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് വിടും. എന്ത് കാര്യത്തിന്? ആരായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി വേറെ വഴിയെ പോവാം, മന്ത്രിമാര് പോവുകയാണെങ്കിൽ അവരെ യൂഷ്വൽ ചെക്കിങ് കഴിഞ്ഞേ പോവാൻ പാടുള്ളൂ. പക്ഷെ ഇതുപോലും ഇപ്പൊ ഇവിടെ അനുവദിക്കുന്നില്ല. പണ്ടേ അത് ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ കൂടെ വരുന്ന ആൾക്കാർ ഇവരെന്തൊക്കെ കൊണ്ടായില്ലേ പോണമെന്ന് അറിയില്ല. നമ്മളിപ്പോ മോഹനൻ സാറ് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു സെക്യൂരിറ്റി, കാരണം ഞാൻ ഏവിയേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് ചെയ്ത, അപ്പൊ അതുകൊണ്ട് എന്റെ ബുദ്ധി ഇതൊക്കെ ഇങ്ങനെ പോവും ആരെ കണ്ടാലും. ആക്ച്വലി ഞാൻ പറയില്ല, ഏറ്റവും വലിയ സംശയം വന്നു അതന്നെ. അപ്പൊ അതുകൊണ്ട് എന്തായി, നമ്മള് പിന്നെ രാജ്യത്തിന്റെ എന്താ പറയാ മതേതരത്തെ തകർക്കുന്നവരായി ഞാനും അനിൽജി, നിങ്ങളൊക്കെ ഇപ്പൊ ഇനി പോവുക ലിസ്റ്റിൽ. അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ വന്ന് ഇവര് പോകുമ്പോ ഇതൊന്നും ചെക്ക് ചെയ്യില്ല അവരെ കയ്യിലുള്ള. ഇപ്പൊ ഏറ്റവും പറഞ്ഞ വിജയ് മല്യന്റെ കമ്പനി ആയിരുന്നു പിന്നെ കിങ്ഫിഷർ എയർലൈൻസ്. അയാളെ MP ആയിരുന്നു. അയാൾക്ക് എപ്പോഴും 100 സെക്യൂരിറ്റീനായിട്ടാ പോവാ. അപ്പൊ ഗൺമാൻ ഉണ്ടാവും കൂടെ. അപ്പൊ ഇയാൾ എയർലൈൻ തുടങ്ങാനുള്ള ഒരു ചെറിയ തമാശയത്. അപ്പൊ ഇയാൾ പോകുമ്പോ മദ്രാസ് എയർപോർട്ടിൽ നിന്ന് ഇയാളെ സെക്യൂരിറ്റി ഇങ്ങനെ കടത്തി വിട്ടില്ല. ഗൺസ് ഒക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ അതിൽ വിടണം.
ഹാൻഡ് ബാഗേജിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ഫ്ലൈറ്റ് ഡിലേ ആയി, ആ കച്ചറ ഉണ്ടാക്കി അയാൾക്ക് പോവാൻ പറ്റിയില്ല ആക്ച്വലി. ആ കാരണം വെച്ചിട്ടാണ് അയാൾ എയർലൈൻ തുടങ്ങിയെന്ന് കളിയാക്കും. എയർലൈൻ തുടങ്ങിയിട്ടും നമ്മളെ സ്റ്റാഫ് അവന് സെക്യൂരിറ്റിന് അപ്പുറത്ത് നിർത്തിയിട്ട് നമ്മളത് ചെക്ക് ഇൻ ചെയ്ത് അവന്റെ അടുത്ത് എല്ലാ ഗണ്ണും ഇതൊക്കെ നമ്മളെ എയർപോർട്ടിൽ നമ്മൾ എയർലൈൻ ഒരു സെക്യൂരിറ്റി വിങ് ഉണ്ട്, അവരെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഉള്ളായിരുന്നു ഇവരെ കയറ്റി വിടുള്ളൂ. അത് ലഗേജിൽ പോകും. ഇപ്പൊ ഒരു ഹാൻഡ് ബാഗേജ് വരെ നമ്മൾ ചെക്ക് ചെയ്യൂ. കാരണം ഈ ഓരോ ഇത് ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരല്ലേ, ഏതെങ്കിലും ചെറിയ പിസ്റ്റലോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇതുപോലെ പഠിപ്പിച്ചിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ട്രെയിനിങ്, ഈ വക സ്റ്റാഫിന് ഒരു ഫോൺ എടുത്ത് ഹലോ വാട്ട് ഡു യു നീഡ് അല്ല എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ പോലും ഇത് നമ്മൾ എടുത്തു പറയേണ്ട സാധന. ഇന്ത്യൻ എയർപോർട്ടിൽ കസ്റ്റമർ സർവീസിനുള്ള ചത്തുപോയി. ഇന്ത്യൻ എയർപോർട്ട്സിൽ നമ്മളൊന്ന് ചിരിക്കുന്ന ഒരു സ്റ്റാഫ് പോലും ഇല്ല. നമ്മളൊക്കെ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ എന്റെ സ്വന്തം പേഴ്സണൽ മൊബൈലിൽ ഒരു ഫോൺ വന്നാലും കൂടെ ഞാൻ നമസ്കാരം എയർ ഇന്ത്യ എന്ന് പറഞ്ഞു ആയിപ്പോയി, അത് ശീലിച്ചു പോയി. അല്ല അതൊന്നുമല്ല, പിന്നെ അത് അങ്ങനെ പഠിച്ചു. ഒരു എയർക്രാഫ്റ്റില് ഈ എന്താ പറയാ, ഇവര് വന്നിട്ട് എയർപോർട്ടിൽ ഒരു സർവീസ് നമുക്ക് തരുന്നില്ല. ഇവർക്ക് വേണ്ട ഓടും, ഇവര് ബോർഡിംഗ് കാർഡ് പിടിച്ചിട്ട് ഓടും. എങ്ങോട്ടാ? ഈ VIP-നെ ഹാൻഡിൽ ചെയ്യാൻ വരും. VIP-നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ലോഞ്ചിൽ വെച്ചിട്ട് ഇവര് ന്യൂസ് സംസാരിക്കൂ, ഇവരാരാന്നറിയാം, ഇവർക്ക് വേണ്ടേ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവരെടുക്കും. അങ്ങനെയാണ് ഈ സ്മഗ്ലിംഗ് ഒക്കെ എയർപോർട്ടുകളിൽ നടക്കുന്നത്. ആ സ്മഗ്ലിങ്ങിന്റെ കാര്യം പരാമർശിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കേരളം 10 കോടി തുർക്കിക്ക് കൊടുത്തത് ഇന്റർനാഷണൽ ടാർമാക്കിന്ന് ഡൊമസ്റ്റിക് ടാർമാക്കിലേക്ക് സ്വർണ്ണം കടത്തിയതിനാണോ? അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ ക്യാഷ് ബോക്സുകള് ടാർമാക് ടു ടാർമാക് കൊടുക്കും. അതായത് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റില് ഇന്റർനാഷണൽ റൺവേയിൽ ഇറങ്ങിയ അതവിടെ ടാർമാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എല്ലാവർക്കും കോമൺ ആണ്. അവിടുന്ന് ഈ ക്യാഷ് ബോക്സ്, അത് അമേരിക്കൻ ഡോളർ ആവാം, സ്വർണ്ണ ആവാം, ആറ്റം ബോംബ് ആവാം, കറക്റ്റ്. ഇതൊക്കെ ഗോൾഡ് ഉണ്ട്, എല്ലാം കള്ളക്കടത്തല്ല. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് കോടിക്കണക്കിന് ഉറുപ്പിന്റെ ഗോൾഡ് വാങ്ങുന്നുണ്ട് വിദേശത്തുനിന്ന്. അപ്പൊ അത് രജിസ്റ്റേർഡ് ഗോൾഡാ. അത് എടുക്കൂ, അത് ഗോൾഡ്, അത് ഗവൺമെന്റ് വാങ്ങുന്ന, അതും ഇവിടെ റൺവേയിൽ ഹാൻഡിൽ ചെയ്യണോ കൊടുക്കും. അപ്പൊ ആ കൂട്ടത്തില് ബാക്കി എന്തും ഇവർക്ക് ചെയ്യാം. അതായത് എന്ത് വേണമെങ്കിലും ഒരു ഫ്ലൈറ്റിൽ നിന്ന്, അതായത് ഇത് ഞങ്ങൾ സാധാരണ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആണെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയും. ഇപ്പൊ ഞങ്ങൾ ഈ ഏവിയേഷൻ സെക്ടറിൽ ഞങ്ങൾ പറയാം ബേ എന്ന് പറയും. ബേ നമ്പർ 15, ബേ നമ്പർ 16. ബേ നമ്പർ 15 ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഉണ്ടാവും, ബേ നമ്പർ 16 ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഉണ്ടാവും. ഈ ബേ നമ്പർ 15 ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേക്ക് ബേ നമ്പർ 16 നിന്ന് വന്ന എന്തെങ്കിലും ഇറക്കുമതി ചെയ്യാൻ പറ്റാത്തോ ബാൻഡ് ആയിട്ടുള്ളതോ സ്മഗിൾഡ് ഐറ്റമോ ഈ ബേ നമ്പർ 15 ഫ്ലൈറ്റിലേക്ക് കയറ്റാൻ 1 മിനിറ്റ് മതി. കാരണം ഈ 15ഉം 16ഉം ബേ തമ്മിലുള്ള വ്യത്യാസം കൂടി വന്ന 200 മീറ്റർ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ, ഈ ബേ തീരുമാനിക്കുന്ന കാർഗോ ഹാൻഡ്ലേഴ്സ് ആണോ? അല്ല, ബേ തീരുമാനിക്കുന്നത് ATC തീരുമാനിക്കും. പക്ഷെ പ്രശ്നം സാർ, നമുക്ക് ഏത് ബേ വേണം നമ്മൾ ചോദിച്ചും എടുക്കും സാർ, ചോദിച്ചു വാങ്ങാം. അതാണ് സ്വാധീനം അവിടെ. അതല്ലേ VIP മൂവ്മെന്റിന് സ്വാധീനം വരുന്നത്. എന്തിനാ VIP മൂവ്മെന്റ്? ആ മിനിസ്റ്ററാണ്, ആ മിനിസ്റ്റർക്ക് മാത്രം അതാ മേഡത്തിന് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ബേ നമ്പർ 15 നമുക്ക് ഏതെങ്കിലും ഒരു സംവിധാനം വേണമെങ്കിൽ ഇപ്പം ATCയിലേക്ക് നമ്മൾ പറഞ്ഞാൽ മതി, സാർ ബേ നമ്പർ 15 മേ ബി അലോട്ടഡ് ഫോർ ദിസ് ഫ്ലൈറ്റ്. അപ്പം ബേ നമ്പർ 16 ഓട്ടോമാറ്റിക്കലി വേറൊരു ഫ്ലൈറ്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ 2 ഫ്ലൈറ്റും 200 മീറ്റർ സാർ, ഒരു ഫ്ലൈറ്റിന്റെ വിങ് സ്പാൻ മറ്റൊരു ഫ്ലൈറ്റിന്റെ മുട്ടാൻ പാടില്ല. അതാണ് ഈ 2 ബേ തമ്മിലുള്ള വ്യത്യാസം. ഈ ബേയിൽ 200 മീറ്റർ വ്യത്യാസമുള്ളിടത്തേക്ക് ഇവിടുന്ന് 4 പെട്ടിയെടുത്ത് അങ്ങോട്ട് കൊണ്ടിട്ടാൽ അവനും അറിയില്ല, ഇങ്ങോട്ട് പോയാൽ ആരും അറിയില്ല, കസ്റ്റംസും അറിയില്ല. കാരണം അവിടെ എയർഫീൽഡില് ക്യാമറ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇന്നില്ല. 2008 ഇപ്പൊ ഇവിടുന്ന് കൊച്ചിയിൽ കയറി പോയില്ലേ വലിയൊരു ടെററിസ്റ്റ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു സഹാവൂർ റാണ. അയാള് ഇവിടുന്ന് ആരയാളെ മീറ്റിന് അസിസ്റ്റ് ചെയ്ത് ആരെങ്കിലും കണ്ടുപിടിച്ചോ? നമ്മുടെ നാട്ടിൽ നിയമല്ലേ? കൊച്ചി ഇന്ത്യയിലെ ഇന്ത്യൻ അത് ആ സ്റ്റേറ്റിന്റെ തീരുമാന. സിവിൽ ഏവിയേഷൻ അതിന് ഉത്തരം പറയാൻ കഴിയില്ല. സിവിൽ ഏവിയേഷന്റെ പ്രോട്ടോകോളാണ്, അത് സ്റ്റേറ്റ് പ്രോട്ടോകോളാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്റ്റേറ്റ് ആണ് തീരുമാനിക്കുന്നത്. കയ്യിലറിയോ? ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആൾക്കാരാ.
അതുപോലെ അമൃത്സറിൽ ഒരു ഇപ്പോഴല്ല, എനിക്ക് 2005, 2006 സമയത്തൊക്കെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അമൃത്സറിൽ നിന്ന് ഡൽഹിക്ക് വരാനായിട്ട് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് അമൃത്സറിൽ വന്നിട്ട് അത് പിന്നെ ഓട്ടോമാറ്റിക്കലി ഡൊമസ്റ്റിക്കേറ്റ്. അപ്പൊ ഈ കാർഗോ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. സാർ ഈ സ്മഗ്ലിംഗ് ഐറ്റംസ് മൊത്തം അതേ ഫ്ലൈറ്റിൽ. സാർ ഇപ്പൊ ഞാൻ ഇപ്പൊ ദുബായിൽ നിന്ന് നമ്മുടെ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് മദ്രാസിലോട്ട് വരുന്നു. ആ മദ്രാസിൽ ആ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് രാവിലെ 5:30 മണിക്കാണ്. 6:30 മണിക്ക് ആ ഫ്ലൈറ്റ്, അതേ ഫ്ലൈറ്റ് ഡൽഹിക്ക് പോകും. അപ്പൊ നമുക്ക് റെഗുലർ ആയിട്ട് ചെയ്യുന്നവർക്ക് അറിയാം, ഈ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് അറിയാം, ഈ ഫ്ലൈറ്റ് A321 ദുബായിൽ നിന്ന് വന്നു, അതിന്റെ അടുത്ത ഷെഡ്യൂൾ ഇതാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം ഹാൻഡിൽ ചെയ്യുന്ന നമ്മൾ ഒരു പാസഞ്ചർ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കൂല ഈ ഫ്ലൈറ്റ് ഏത് ഫ്ലൈറ്റ് ആണ്, എവിടുന്ന് വന്ന ഫ്ലൈറ്റ് ആണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കൂല. കാരണം അത് നമുക്കറിയാം, ഇതാണ് പ്ലാൻ. പക്ഷെ അവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവിടുന്ന് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ വരും, ഈ കക്കൂസിന്റെ ഉള്ളിലോ സീറ്റിന്റെ അടിയിലോ ഒക്കെ കൊണ്ടുവന്നിട്ട് സ്വർണവും അതും ഇതൊക്കെ കയറ്റി വെക്കും. പിടിക്കുന്നുണ്ട്. ഇല്ല സാർ, ഞാൻ പറയാം. ഇല്ല ഒരു മിനിറ്റ്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഉടനെ അവര് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ ഇറങ്ങി, ഒന്നും സാധനം ഉണ്ടാവില്ല കയ്യില്, ഉടനെ ഇറങ്ങി വന്ന് ഇവിടെ ബോർഡിംഗ് പാസ് എടുത്തിട്ട് ഡൊമസ്റ്റിക് ഒരാൾ നിൽക്കുന്നുണ്ടാവും. അതേ സീറ്റ് ചോദിച്ചു വാങ്ങും, നേരെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ കയറും, ഡൽഹി പോയി ഇറങ്ങി സാധാരണ ഡൊമസ്റ്റിക് പാസഞ്ചർ ആയിട്ട് അങ്ങ് പോകും. ഈ സാധനം മൊത്തം കള്ളക്കട്ടായി. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഹാൻഡ്ലിംഗ് ഏജന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അവർക്ക് മാത്രമേ അതിന്റെ സീക്രട്ട് അറിയൂ. ഇപ്പൊ സർക്കാർ ജീവനക്കാരായ ഞങ്ങളെ പോലുള്ള എയർ ഇന്ത്യയുടെ നല്ല ഈ രാജ്യത്തിന്റെ ഭാവിക്കും സുരക്ഷിതത്തിനും വേണ്ടി നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒഴിവാക്കി ഈ തുർക്കി കമ്പനികളും ഈ തീവ്രവാദ കമ്പനികൾക്കും എന്തിനാ കൊടുക്കുന്നത്? ഇനിയെങ്കിലും ഇതൊന്ന് നമ്മുടെ പ്രധാനമന്ത്രി, സിവിൽ ഏവിയേഷൻ മന്ത്രിയും ഒക്കെ ഇടപെട്ടിട്ട് ഇത് നിർത്തണം. നമുക്ക് അതിനു വേണ്ടി ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നുമല്ല, രാജ്യസുരക്ഷയെ മാനിച്ച് ഓട്ടനെ 24 മണിക്കൂറിനുള്ളിൽ അവരെ നിർത്താൻ പറ്റുമെങ്കിൽ 24 മണിക്കൂറിൽ നിർത്തണം. കാരണം ഇപ്പൊ ഇത് ജനം TV-യിൽ ഇതൊരു ഫ്ലാഷായി, ഇതിലും പല തലപ്പത്തും പല മലയാളികളും മലയാളം അറിയുന്നവരും ഒക്കെ ഉണ്ടാവും, ഇവരൊക്കെ കാണും. ഇനി അവർ പ്രിക്കോഷൻ എടുക്കാൻ തുടങ്ങും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിന്റെ സലബീന്റെ കൺട്രി ഹെഡ് ചെയ്യണ ഒരു മലയാളിയാ. അവരങ്ങനൊക്കെ ചെയ്യും. അല്ല, അയാളെ പറ്റി എനിക്കറിയില്ല, പക്ഷെ അവരങ്ങനൊക്കെ ചെയ്യും. അല്ല, വേറെ എവിടുത്തുകാരനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കൊച്ചിൻ ആ സൈഡ് എവിടെയോ ആണല്ലേ? ഓ ശരി. അവരുടെ സൈറ്റിലുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൾക്കാരെ ബൈ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഇപ്പൊ എത്രയോ കേസുകള് കാശ് മേടിച്ചിട്ട് ആൾക്കാർ 200 രൂപ 2000 രൂപയ്ക്ക് ഇൻഫർമേഷൻ ലീക്ക് ഔട്ട് ചെയ്ത കേസ് നമ്മേരെ സാറെ ഓർമ്മയുണ്ടോ? 2 മാസം മുന്നേ. ഈ എയർലൈൻ ജോബിനെ അത് ഈ TV കണ്ടിരിക്കുന്ന എല്ലാരും അതൊന്ന് കേൾക്കണം. ഈ എയർലൈൻ ജോബിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ആംബിയൻസ് ഉള്ള ജോലിയാണ്. ഗ്രാമറിൽ ഇവിടെ പണിയെടുക്കണം. അപ്പൊ എല്ലാരും ജോലിക്ക് ഓടി പോവാ. നിങ്ങളെ ഓഫീസിൽ 50,000 സാലറിക്ക് ഒരാളെ വെക്കാൻ പറഞ്ഞേ, ഇപ്പുറത്തെ സെലബിയില് 10,000-14,000 റുപ്യാണ് മാക്സിമം സാലറി ഈ കുട്ടികളൊക്കെ. ആ 14,000 റുപ്യൊക്കെ അവിടെ ഓടിപ്പോവും. ഈ 14,000 കൊണ്ട് അവന് ബസ്സിന് പൈസ ഉണ്ടാവില്ല, അവിടെ എത്താനുള്ള അവനൊക്കെ ചെയ്യണം. അതുകൊണ്ടാ അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി, ഒരു സാലറി ബേസ് കൊടുക്കുന്നത്. ഇപ്പൊ ഫോറിൻ എയർലൈൻസിന് 10% ഓഫ് ഇത് കൊടുത്തിട്ടാണ് എയർ ഇന്ത്യനെ പൊട്ടിച്ചത്. സ്വന്തം നാട്ടിലുള്ള കമ്പനീനെ പൊട്ടിച്ചിട്ടാണ് ഫോറിൻ കാരിയർ കോൺട്രാക്ട് വാങ്ങണത്. ആ കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോ ഇവര് ഇത് കൊടുത്തു കഴിഞ്ഞ് ഇവരെ ഇല്ലാണ്ടാക്കുന്ന ഒരു സ്റ്റൈല് നമുക്കിവിടെ 2006 തൊട്ട് തുടങ്ങി. അല്ല, ഈ കോൺട്രാക്ട് എത്ര വർഷത്തേക്കായിരിക്കും? എല്ലാ വർഷവും റിന്യൂ ചെയ്യണോ? ഇല്ല 3 years 5 years 3 and 5 ഉണ്ട്. ഇപ്പൊ 5 years കൊടുക്കുക. കാരണം അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്തായാലും സെലബി ഇല്ലാതെ ഇത് മുമ്പോട്ട് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ അല്ലേ? സാർ നമ്മുടെ ഒരു വിരല് മതി സാർ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു വിരല് മതി സാർ ഇതൊക്കെ ചെയ്യാൻ. ഇതിന് സെലബിയുടെ ആവശ്യമൊന്നുമില്ല. അല്ല, അത് നമ്പേര് സാറേ, അതിന് വളരെ ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പം റിലയൻസ് ആദ്യം ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്താ ചെയ്ത്, BSNL ഉണ്ടായിരുന്ന വലിയ വലിയ എംപ്ലോയീസിനെ മുഴുവൻ അവരങ്ങ് എടുത്തു. അന്ന് പറഞ്ഞതുപോലെ ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് ഇതുപോലെ റിട്ടയർ ആയിട്ടിരിക്കുന്ന എയർ ഇന്ത്യ റിട്ടയർ സർവീസ് ഉള്ള എത്രയോ സ്റ്റാഫ് പുറത്തേക്കുണ്ട്. അവരെയൊക്കെ തിരിച്ചു വിളിക്കട്ടെ. യുദ്ധകാലാടിസ്ഥാനത്തില്
എക്സാക്ട്ലി 10-15 ദിവസം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യാൻ ആ പറ്റുന്ന കമ്പനി കാര്യമാണ്. ഷട്ട് ഓഫ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾക്ക് എല്ലാ എയർപോർട്ടിലും നമ്മൾക്ക് എക്യുപ്മെന്റ് ഉണ്ട്. നമ്മളുടെ ആൾക്കാർ വെറുതെ ഇരിക്കുകയാണ്, നമ്മൾ ആൾക്കാരെ വെറുതെ ഇരുത്തുകയാണ്. ഇപ്പോഴെങ്കിലും നമ്മളുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റിന് കണ്ണു തുറന്ന് ഇത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കോഴിക്കോട് എയർപോർട്ടിലെ എയർ ഇന്ത്യന്റെ സ്റ്റാഫിനെ ട്രാൻസ്ഫർ ചെയ്യാം വേറെ സ്റ്റേഷനിലേക്ക്. അതെ, അപ്പൊ അവിടെ എന്തായി, സെലിബ്രിറ്റി സ്ട്രോങ് ആയി. ആ പോസ്റ്റിൽ വേറെ ആളില്ല അവിടെ. AIATSന്റെ സ്റ്റാഫിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഏത് മാനേജറാണോ ഏത് ആളാണോ അതിന് ഇൻഫർമേഷൻ കൊടുക്കുന്നത് അവരൊക്കെ ഇതിൽ ഇൻവോൾവ് അല്ല, ഈ ടാറ്റ ഏറ്റെടുത്തപ്പോ എയർ ഇന്ത്യ ജീവനക്കാരെ മുഴുവൻ അവർ അബ്സോർബ് ചെയ്തിരുന്നോ? ഇല്ല എല്ലാരെയും വോളണ്ടറി റിട്ടയർമെന്റിൽ പകുതി ആൾക്കാരും 48-49 ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ഫ്രഷ് അപ്പോയിന്റ്. അല്ലല്ല സാർ, ഞാൻ പറയാതെ എങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാല് കുറച്ച് പിന്നെ ഇൻഡിഗോ, കുറച്ച് പഴയ ജെറ്റ് എയർവേസിന്റെ ഒക്കെ ആൾക്കാരെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ആൾക്കാരെ കൂടെ വെച്ച് അവര് പണി പഠിക്കുമ്പോ നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് വെളിയാക്കി. ഇപ്പം ഏകദേശം 98% എംപ്ലോയീസും ടാറ്റയുടെ എംപ്ലോയീസ് ആണ്. അത് പഴയ എയർ ഇന്ത്യക്കാരൊക്കെ അതിൽ നിന്ന് പോയി. എയർ ഇന്ത്യ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരണം. ഗവൺമെന്റിന്റെ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. അല്ല നമ്മുടെ പണം എന്തിനാ ഒരു ടർക്കിഷ് കമ്പനിക്ക് കൊടുക്കുന്നത്? അവരെന്തിനാ ഇതൊക്കെ തിന്ന് കൊടുക്കുന്നത്? അല്ലേ? അതെ തിന്ന് കൊടുക്കുക മാത്രമല്ല, ഈ സാർ, നമ്മളുടെ കാശ്, നമ്മളുടെ യാത്രക്കാരുടെ കാശ്, രാജ്യസുരക്ഷ, ഇതെല്ലാം അതാണ് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ രാജ്യസുരക്ഷ. ആ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒരു സ്ഥാപനം, ഒരു കമ്പനി നമ്മുടെ നാടിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, ഒരു തുർക്കി കമ്പനിക്ക് കൊടുത്ത് തുർക്കി കമ്പനിക്കാർ അത് പാകിസ്ഥാന് കൊടുത്ത് പാകിസ്ഥാന്റെ ആൾക്കാർ ഇവിടെ വന്ന് നമ്മളുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സിന്ദൂരം മായ്ക്കുക. നമ്മളുടെ ഈ തുർക്കി കമ്പനിക്ക് ഇനിയെങ്കിലും അവസരം കൊടുക്കാൻ പാടില്ല എന്റെ വിനീതമായ ഒരു അഭിപ്രായം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ പൈസയൊക്കെ വരുന്നത് കോൺഗ്രസിലേക്കാ. എല്ലാ പൈസയും വരുന്നത് കോൺഗ്രസിലാ. ബ്രിട്ടീഷുകാർ ഇന്ന് അടയ്ക്കണ പാട്ടം പോലും വരുന്നത് കോൺഗ്രസിനാ. എനിക്ക് തോന്നുന്നു ഇത് അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയെ ഞാൻ ഈ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു, പക്ഷെ ഈ വിഷയത്തെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുകയായിരുന്നു. അല്ല, ഒരിക്കലും വരും. നാളെ മുതൽ എന്നെ പറ്റി എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന എനിക്കറിയില്ല. അതുകൊണ്ട് അല്ല, അത് കുഴപ്പമില്ല സാർ, അത് കുഴപ്പമില്ല. എന്തായാലും നമ്മള് നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണല്ലോ നമ്മള് ഈ രാജ്യത്തിന് ഒന്നര മണിക്കൂർ നമ്മള് ഘോരം നമ്മള് ശബ്ദിച്ചത് നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണല്ലോ അല്ലെ? നമ്മളൊക്കെ രാജ്യസ്നേഹികളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ഉണ്ട്. ഒരുപക്ഷെ അത് ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം. എന്തൊക്കെയാണ് ഇവരുടെ ആക്ടിവിറ്റീസ്, അതും ഡൂബിയസ് ആയിട്ടുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസിൽ ഇവർ ഏർപ്പെടുന്നുണ്ട് എന്നൊക്കെ ഒരുപക്ഷെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്ക് അറിയില്ലായിരിക്കാം. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ ചില ഉദ്യോഗസ്ഥർ തന്നെ, സർക്കാർ ശരിയാണ്, സർക്കാർ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു കഴിഞ്ഞാലും ആര് ഭരിച്ചു കഴിഞ്ഞാലും ഈ ബ്യൂറോക്രസി ഉണ്ടല്ലോ, ബ്യൂറോക്രസിക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ടാവും. അവർ കൃത്യമായിട്ട് ഈ വിവരങ്ങൾ അത് മന്ത്രാലയത്തെ അറിയിക്കണ്ടേ അല്ലേ? അവിടെയും വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ടാവും. യെസ്, സെലബിയുടെ സാന്നിധ്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. തുർക്കിയോട് ഗോ ബാക്ക് പറയുന്ന ഒരു സമീപനം ഇവിടുത്തെ പല കമ്പനികളും സ്വീകരിച്ചിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് തുർക്കി സ്ഥാപനങ്ങളുമായുള്ള നാവിക പദ്ധതികളുടെ കരാറുകൾ റദ്ദാക്കിയിരിക്കുന്നു. ഗോവയിലുള്ള ഗോവ വില്ലാസ് തുർക്കി പൗരന്മാർക്ക് താമസ സൗകര്യം നൽകില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. ഇക്സിഗോ ചൈന, തുർക്കി, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനയാത്ര, ഹോട്ടൽ ബുക്കിങ്ങുകൾ പൂർണ്ണമായും നിർത്തലാക്കി. പിക്ക് യുവർ ട്രെയിലും തുർക്കി, അസർബൈജാൻ രാജ്യങ്ങളിലേക്കുള്ള ബുക്കിങ്ങുകൾ നിർത്തിവെച്ചിരിക്കുന്നു. ഇനി വേണ്ടത് സെലബിയെ ഇവിടെ നിന്ന് നാട് കടത്തുക, അല്ലേ? അതല്ലേ വേണ്ടത്? എനിക്ക് അതിനകത്ത് ഒരു നബീർക്ക് ഒരു അർജൻസി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുർക്കിക്ക് ഇന്ത്യയോട് ശത്രുത ഉണ്ടാവാനായിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, തുർക്കി മതപരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് അസർബൈജാനോടും പാകിസ്ഥാനോടും ഉണ്ട്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം, അത് നമ്മളിപ്പോ ഞാൻ വർഗീയതയല്ല പറയുന്നത്, ഇറ്റ്സ് എ ഗ്ലോബൽ ഫാക്ട്, ഗ്ലോബലി ആക്സെപ്റ്റഡ് ഫാക്ട് ആണ്. രണ്ടാമത്, ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ഇത്രയും തീവ്രമായ കോൺഫ്ലിക്റ്റ്, കാരണം തുർക്കി പാകിസ്ഥാനും എന്താ പറയാ ചഡി ബ്രദേഴ്സ് എന്നൊക്കെ പറയുന്ന, ചഡി ദോസ്ത് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിലാണ് അവരത്രയും ക്ലോസ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അസർബൈജാനും അർമേനിയയും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടക്കുന്നുണ്ട്.
ഇതിൽ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നത് തുർക്കിയും പാകിസ്ഥാനുമാണ്. ഈ അർമേനിയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് റഷ്യയാണ് മുൻപേ. പക്ഷെ അത് കഴിഞ്ഞ് എവിടെയോ ഡീലില് പിന്നെ അർമേനിയയും റഷ്യയും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ അർമേനിയനെ മിലിറ്ററി എക്യുപ്മെന്റ്സ് കൊടുത്ത് കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ്. നമ്മുടെ പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റംസ് കൊടുത്തു. ഇന്ന് ലോകത്തിലെ നമ്പർ 1 ആണ്. അതായത് അമേരിക്കയുടെ ഹൈമാറിനോട് കിടപിടിക്കുന്ന ഒരു പിന്നെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ് പിനാക്ക. അതുപോലെ നമ്മുടെ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം കൊടുത്തു. അവരിപ്പോൾ നമ്മുടെ ബ്രഹ്മോസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ത്രോ അവേ പ്രൈസിലോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടാണെങ്കിലും ഒരു കുറച്ച് പിന്നെ ബാലിസ്റ്റിക് മിസൈലും കൂടെ കൊടുത്താലും നഷ്ടമില്ല എന്നാണ് പറയുന്നത്. കാരണം ഏതായാലും ടർക്കി പിന്നെ നമ്മളോട് ശത്രുത 2 കാരണം കൊണ്ട് പാകിസ്ഥാൻ വഴിയും ഈ അർമേനിയ വഴിയും ശത്രുത എടുത്തിരിക്കുന്നത്. അപ്പൊ അവർ ഈ പറഞ്ഞ നാശകോടാലി എല്ലാം ഉണ്ടാക്കി. ഇപ്പൊ ഇവർ രണ്ടുപേരും ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത സകല റിസ്കും അതിന്റെ മാക്സിമത്തിൽ അവർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമുക്കൊരു സജഷനും കൂടി കൊടുക്കാം. നമുക്ക് ഇത് ആരൊക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനും പറ്റും. കാരണം ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിന് സെലബീനെ മാറ്റുമ്പോൾ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഇസ് വാട്ട് നോ ക്ലീനിങ് സ്റ്റാഫിനെ അയക്കുന്നത്. ക്ലീനിങ് സ്റ്റാഫിനെ അയക്കുന്നവർക്ക് എന്തും ഏറ്റവും ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടും ഏറ്റവും അറിയാണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അതാ. അത് നാളെ ഇപ്പൊ ഈ ഇമ്മീഡിയറ്റ് എഫക്റ്റില് ക്ലീനിങ് ഓഫ് ദ എയർക്രാഫ്റ്റ് എയർ ഇന്ത്യന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിന് കൊടുക്കണം. അത് വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ സ്റ്റെപ്പായിട്ടേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫ് തിങ് ദേ വിൽ തകിടം മറിച്ചിട്ട് അവര് പോകും. അല്ല, അപ്പൊ അങ്ങനെ വേറൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ. തീർച്ചയായും സെക്യൂരിറ്റി ബ്രീച്ചിന് വേറൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇപ്പൊ നമ്മള് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് കംപ്ലീറ്റ് ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് പെഗാസസ് പോലെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ സാധനം ഒരു പേപ്പറിൽ ഒരു നോട്ട് എഴുതി ഒരു സീറ്റിന്റെ ബാക്ക് കവറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന സീറ്റ് നമ്പറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ക്ലീൻ ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി എയർക്രാഫ്റ്റ് ചെക്ക് ചെയ്യും. ക്ലീനിങ് സ്റ്റാഫിനെ മുഴുവൻ അവിടെ നിർത്തിയിട്ട് സെക്യൂരിറ്റി സ്റ്റാഫ് ചെക്ക് ചെയ്യും. ആ സെക്യൂരിറ്റി സ്റ്റാഫ് എയർ ഇന്ത്യന്റെ സെക്യൂരിറ്റി ആവണം ഇനി തൊട്ട് ചെയ്യണത്. എയർക്രാഫ്റ്റിൽ എന്തെങ്കിലും സാധനം ഇവര് ക്ലീനേഴ്സ് കൊണ്ടുവച്ചോ? ഇതൊക്കെ സെലബീന്റെ ക്ലീനേഴ്സ് ആണ്. അവിടുന്ന് എടുത്തു കൊണ്ടുവരുന്നത് ഇപ്പൊ പിന്നെ ആ പുല്ലില് ടാർമാർക്കിൽ കൊണ്ട് കളയാന് ക്ലീനിങ് ചെയ്തിട്ട് കൊണ്ട് കളയുന്ന പേപ്പേഴ്സിന്റെ കൂടെ എന്തൊക്കെ ഇമ്പോർട്ടന്റ് സാധനങ്ങൾ അവിടെ ഇതാക്കുന്നുണ്ട്. ഗോൾഡ് വരെ കിട്ടിയില്ലേ കോഴിക്കോട് എയർപോർട്ടിൽ. ഞാന് അവസാനമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല ഒരു മിനിറ്റ് മതി. ശരിക്കും പറഞ്ഞ നമ്മളുടെ ശത്രു അല്ല പാകിസ്ഥാൻ. നമ്മളുടെ ശത്രു സ്ഥാനത്ത് നിർത്താൻ യോഗ്യതയൊന്നുമില്ല പാകിസ്ഥാൻ. പക്ഷേ ശത്രു സ്ഥാനത്ത് നിർത്താൻ യോഗ്യതയുള്ള ഒരേ ഒരു രാജ്യം തുർക്കിയാണ്. നമ്മൾ പാല് കൊടുത്ത് വളർത്തിയിരുന്ന പാമ്പാണ് നമ്മളെ കൊത്താൻ വരുന്നത് പാകിസ്ഥാൻ കൂടെ. ഇത് മാത്രമാണ് എന്റെ വിനീതമായ ഒരു അപേക്ഷ. ഇന്ന് തന്നെ നിർത്തിയാൽ അത്രയും നല്ലത്. ഓക്കെ ഏതായാലും രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുകയാണ് സെലബിയുടെ സാന്നിധ്യം. ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനം പരിശോധനാ വിധേയമാക്കണം. ഒപ്പം അടിയന്തരമായും സെലബിയുമായുള്ള കരാർ അവസാനിപ്പിക്കണം. അറിഞ്ഞുകൊണ്ട് എന്തിനാണ് സ്വയം ശവക്കുഴി തോണ്ടുന്നത്? ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.